സ്വദേശത്തും വിദേശത്തുമായി പാർക്കുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ മഹത്വ സന്നദ്ധയിൽ എല്ലാ പുകഴ്ചയും ബഹുമാനവും അർപ്പിക്കാം. വീണ്ടും ഈ വിശുദ്ധ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ പല സഹോദരങ്ങളും അവരുടെ ജോലിയോടൊക്കെയുള്ള ബന്ധത്തിൽ ചിലർക്കൊക്കെ കടന്നു വരാൻ കഴിയാതിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ പലർക്കും ഇന്ന് കടന്നു വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബ്രദർ ബെൽവിനെയും കുടുംബത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർ നാട്ടിൽ നിന്ന് വിദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കർത്താവ് അവിടെ പരിപാലിക്കട്ടെ, വഴി നടത്തട്ടെ. ദൈവത്തിൻ്റെ എല്ലാ കൃപകളും ദാനങ്ങളും വാഴ്വുകളും അവരുടെ മേൽ, കുടുംബത്തിന് മേൽ ചെറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ എല്ലാവരെയും ഓർത്തും സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവവചനത്തിൽ നല്ല നിശ്ചയമുള്ളവരായും അതുപോലെ തങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുള്ളവരായും തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മെജോറിറ്റിക്കും, അതായത് ക്രൈസ്തവ ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഇഹലോക ജീവിതത്തെക്കുറിച്ച് പരലോക ജീവിതത്തെക്കുറിച്ചും വേണ്ട വിധത്തിലുള്ള ഗ്രാഹ്യങ്ങളില്ല. എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു എല്ലാവരും എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കൊക്കെ വേണ്ടി ഓരോ രാജ്യങ്ങൾ തയ്യാറെടുക്കും. വിശേഷാൽ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗെയിംസാണ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് രാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ സജ്ജമാകും. വർഷങ്ങൾക്ക് മുമ്പ് അതിനൊക്കെ അവരോരോ പേരിടും. മിഷൻ 2020 അല്ലെങ്കിൽ മിഷൻ 2025 ഇങ്ങനെയൊക്കെയാണ് പേരിടുന്നത്. ഇപ്പോൾ അവർക്ക് അതിനുള്ള ഒരു സാധ്യതയില്ല. എന്നാൽ 2025 അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ, വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറയുന്നത്, അതിൽ ഇന്ത്യക്കാർക്ക് അവിടെ ചായ മേടിച്ചു കൊടുക്കാൻ പോലുമുള്ള, സപ്ലൈ ചെയ്യാൻ പോലുമുള്ള പെർമിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ കളിക്കുന്ന കാര്യം ആലോചിക്കണോ? 140 കോടി ജനമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഒരു പ്രോഗ്രാം ചെയ്യും. മിഷൻ 2050 എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് 2050 ഞങ്ങൾ വേൾഡ് കപ്പ് കളിക്കുമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ആ ഒരു സമയം വരത്തേക്കും ഇവർ എല്ലാം മറന്ന് അതിനു വേണ്ടി സജ്ജമാകുകയാണ്. ആ ഒരു ഗെയിംസിന് വേണ്ടി, ആ ഒരു ദിവസത്തിന് വേണ്ടി, അല്ലെങ്കിൽ എത്ര മണിക്കൂറാണോ അതിനുവേണ്ടി ചിലവഴിക്കേണ്ടത്, അതിനുവേണ്ടി ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളാണ് അവർ സജ്ജമാകുന്നത്. ഏത് നിസ്സാര ഒരു സമയത്തിന് വേണ്ടി, ഒരു കപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട്, ഒരു രാജ്യം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത് പല കാര്യത്തിലും, പല രാജ്യങ്ങളും. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഓഹരിക്കാരാകാൻ വിളിക്കപ്പെട്ടവർ, അതായത് ദൈവത്തിൻ്റെ നിത്യമായ പ്രോഗ്രാം ആരംഭിക്കുന്നത് പുതിയ ഭൂമിയിലാണ്. ആ നിത്യത ആരംഭിക്കുകയാണ്. ആ നിത്യതയിൽ നാം അവനോടുകൂടെ രാജാക്കന്മാരെ പോലെ വാഴേണ്ടവരാണ്, വാഴുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. സാധാരണ ഒരു വിളിയല്ല നമ്മുടെ മേൽ വിളിച്ചിരിക്കുന്നത്, രാജകീയ വിളിയാണ്. റോയൽ കോളിംഗ് എന്നാണ് അതിന് പറയുന്നത്. റോയൽ കോളിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? രാജകീയ വിളിയാണ്. അപ്പം ആ ഒരു തലയെടുപ്പോടും ആ ഘനശാലിത്വത്തോടും കൂടെ, വലിയ ബോധ്യത്തോടും കൂടെ ആ പറയപ്പെട്ടത് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറോ നേരത്തേക്ക് ഒരു കപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യപരിപാടിയല്ല. അത് സ്ഥിരമായൊരു വാസമാണ്. എറ്റേണിറ്റി ആരംഭിക്കുകയാണല്ലോ, ആ നിത്യത. ഇപ്പോൾ ശരിക്കും നാം ആ ഒരു നിത്യതയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ വന്നു എന്ന കാരണത്താൽ നാം ആ നിത്യത പതിയെ ആസ്വദിച്ചു തുടങ്ങി. എന്നാൽ അത് അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് കാഹളം ധനിച്ച് പിന്നത്തേതിൽ പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഞാൻ നേരെ അങ്ങ് ജമ്പ് ചെയ്തിട്ട് പറയുകയാണ്, പുതിയ ഭൂമിയിൽ നാം ആയിരിക്കുന്ന സമയം, നാം നമ്മുടെ കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ വാണരുളുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ ഒരു സമയമുണ്ട്. അപ്പോൾ അത് എത്ര കാലത്തേക്കാണെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എൻ്റെ കയ്യിൽ അതിനുള്ള വൊക്കാബുലറി ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ അങ്ങനെ നിത്യമായ ആ ഒരു ജീവിതത്തിന് വേണ്ടി ഒരു ഷോർട്ട് പീരീഡ് ഈ ഭൂമിയിലെ ജീവിതം ഒന്ന് ക്രമീകരിക്കേണ്ടതല്ലേ. ഞാനിപ്പോൾ പറഞ്ഞത് സെക്യുലർ വേൾഡിലെ ഉദാഹരണം വെച്ചിട്ടാണ്.
സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നതായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഒരു രാജ്യം ഒരു ഗെയിംസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരതിന് കൊടുക്കുന്ന എഫേർട്ട്, അതിന് വേണ്ടുന്നുള്ള ഒരുക്കം, ജാഗ്രത, അതിന് വേണ്ടിയിട്ടുള്ള ടീം വർക്ക്, അതിനുള്ള ആ ചലഞ്ച്, മിഷൻ 2050 എന്ന് വേണ്ട അങ്ങനത്തെ ചലഞ്ചുകളൊക്കെ വെച്ചിട്ടാണ് അത് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. അന്നേരമാണ് കുറേ ആൾക്കാർ, ആ പുള്ളിക്കാരുടെ പേര് പറയാം, അവന്മാരുടെ പേരാ പെന്തിക്കോസുകാരെന്ന്. അയ്യോ, ഏതോ കത്തോലിക്കെന്ന് ഓർത്തഡോക്സിന്നൊക്കെ ഇങ്ങനെ ഊർന്ന് ചാടി വന്നു. ഈ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ എമർജൻസി ലാൻഡിങ്ങിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 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 ലാഡർ, ഒരു ഗോവണി താഴേക്ക് എടുത്ത് ചാടും, അല്ലല്ലോ, ഒരു ഗോവണി താഴേക്ക് ഇങ്ങനെ ഊർന്നു വരും. അപ്പോൾ അതേ കയറിയിട്ട് ഇങ്ങനെ ഊർന്നിറങ്ങി വരാം. പണ്ട് കാലത്ത് ഞങ്ങൾ ചെറുപ്പകാലത്ത്, ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ ബോണിയൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ഈ പാള എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പാള, അതായത് കമുങ്ങിൻ്റെ പാള, അതേ കയറി ഇരുന്നിട്ട് പിള്ളേർ ഒരുത്തൻ വേറൊരുത്തനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും, വാഹനം എന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനെ അത് വലിയ ഇറക്കത്തിലൊക്കെ ഇങ്ങനെ ഊർന്ന് താഴേക്ക് പോകും എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇച്ചിരിയുടെ സ്റ്റാൻഡേർഡിൽ പറഞ്ഞേക്കാം, പാളയൊക്കെ വല്ല മനുഷ്യരും കേട്ട മോശക്കേടാ. നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോവാം. ഫ്ലൈറ്റിൽ നിന്ന് എമർജൻസി ലാൻഡിങ്ങിൽ ഇങ്ങനെ ആ ഗോവണി വഴി ഊർന്ന് താഴേക്ക് വരുമല്ലോ, അതുപോലെ കാത്തലിക്, ഓർത്തഡോക്സ്, മർത്തോമ, അങ്ങനെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്ന്, ഹൈന്ദവ പശ്ചാത്തലങ്ങളിൽ നിന്ന്, ഇസ്ലാം പശ്ചാത്തലത്തിൽ നിന്നൊക്കെ ആളുകൾ ഊർന്നിറങ്ങി വന്നിട്ടുണ്ട്. ഈ ഊർന്നിറങ്ങി വന്ന ആളുകൾക്കൊന്നും ഒരു സ്ഥലകാലബോധമില്ല. ഇന്നലെ ഞാൻ വേറൊരു കൂട്ടരുടെ കാര്യം പറഞ്ഞു, മിക്സ് മൾട്ടിറ്റ്യൂഡിനെ കുറിച്ച്, അതായത് സമ്മിശ്ര ജാതികളെക്കുറിച്ച്. ഇസ്രായേൽ പെസഹായും ചോരത്തലി ആചരിച്ച് പോകുന്നവരാണെങ്കിൽ ഈ സമ്മിശ്ര ജാതികൾ പെസഹായും ചോരത്തലിയൊന്നും ആചരിച്ചതല്ല, അവർ ചെങ്കടൽ കടന്നവരാ. അവർക്ക് അഭിമാനത്തോടെ പറയാനുണ്ട്, ഞങ്ങളും ചെങ്കടൽ കടന്നവരാണ്, ഞങ്ങളങ്ങനെ മോശക്കാരൊന്നുമല്ല, ഞങ്ങളുടെ പേരും രജിസ്റ്ററിലുണ്ട്. ഏതാ? പള്ളി കമ്മിറ്റിയുടെ രജിസ്റ്ററിൽ ഞങ്ങളുടെ പേരുമുണ്ട്, ഞങ്ങൾ ചെങ്കടൽ കടന്നവരാ. പെസഹായും ചോരത്തലിയെക്കുറിച്ച് ചോദിച്ചാൽ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഇങ്ങനെ ഈ വന്ന ആളുകൾക്ക്, അയ്യോ, എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത വരുന്നു. ഇതിൻ്റെ സീരിയസ്നെസ് ഓർത്തിട്ട്, ഗൗരവം ഓർത്തിട്ട്. ചുമ്മാ ഇളകുന്ന രാജ്യത്തിലെ ആളുകൾ വാടുന്ന കിരീടത്തിന് വേണ്ടി ഈ കാണായ ചലഞ്ചുകൾ, ഈ കാണായ മിഷൻ 2050 എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം അത്യധ്വാനമാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്ന വാക്യത്തിന് വലിയ ഗൗരവമുണ്ട്, വലിയ ഗൗരവമുണ്ട്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:12, ഫിലിപ്പ് ലേഖനം 2:12 ഒന്ന് വായിച്ചേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടെയും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും. ഇവിടെ എന്താ വായിച്ചത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ ദൈവകൃപയിൽ നിൽക്കുന്ന ഫിലിപ്പിയ സഭയോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിന്ന്. നമ്മളിതൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ളവരാണ്. അവിടെ നിന്നുകൊണ്ടൊരു പ്രസംഗത്തിലേക്ക് പോവുകയല്ല, സന്ദർഭവശാൽ ഈ വാക്യത്തിൻ്റെ ഒരു ഗൗരവം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുന്നതാണത്. ഫിലിപ്പിയ സഭയോട് നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം, നിങ്ങൾ ഉത്സാഹിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങളല്ലാതെ പുറമെ മറ്റുള്ളവരും പിന്നീട് നമ്മുടെ മെസ്സേജ് കേൾക്കുമ്പോൾ അവർ അന്തം വിട്ടു പോകും, എന്തായിരിക്കും എന്നോർത്ത്. അവർക്ക് വേണ്ടിയിട്ട് ചുരുക്കി പറയാം. അതായത് എഫേസ് ലേഖനം പറയുന്നത് രക്ഷ പ്രവൃത്തിയാലല്ല, കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണ് ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാരെല്ലാം. എഫേസ് ലേഖനത്തിലെ വാക്യം അങ്ങനെ തന്നെ അപ്ലൈ ചെയ്തതാണ് ഫിലിപ്പിയിലെ സഭ. അപ്പോൾ അങ്ങനെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട അവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. അതായത് അതിൻ്റെ ചുരുക്കം എന്താ? ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാർ അവരുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ഇപ്പോൾ സാധിപ്പിച്ചിരിക്കുകയാണ്. അതായത് അവരുടെ രക്ഷയിൽ അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. ഇനി ദേഹത്തിൻ്റെയും ദേഹിയുടെയും അഥവാ ബോഡി ആൻഡ് സോൾ ഇനി പെൻഡിങ്ങിലാണ്. അപ്പോൾ ആ കാര്യങ്ങൾ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഒരു എഫേർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. കൃപയാലാണ്, വിശ്വാസം മൂലമാണ്, തികച്ചും സൗജന്യമായി ലഭിച്ചൊരു രക്ഷയാണ്.
അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് എൻ്റെ പങ്കും കൂടെ എന്ന് പറഞ്ഞ് നമ്മളൊന്നും ചെയ്തില്ല. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് അങ്കുരിപ്പിച്ചത്. അങ്ങനെ നമ്മെ പിതാവ് ആകർഷിച്ചു, പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകി, നാം പുത്രൻ്റെ അടുക്കിലേക്ക് വന്നു. അങ്ങനെ ആ രക്ഷയുടെ ആരംഭം കുറിക്കപ്പെട്ടു. അതാണ് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പോൾ നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. വീണ്ടും 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിന്ന്. അപ്പോൾ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്രവർത്തിച്ചില്ല, അത് വിശ്വാസം മൂലമാണെങ്കിൽ ഇവിടെ ഈ ബാക്കി കാര്യങ്ങൾ, കാഹളം ധ്വനിക്കുന്നവരെ ഈ ഭൂമി ജീവിക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് വെച്ചിട്ടുള്ള ഒരു സമയമുണ്ട് ഫയൽ ക്ലോസ് ചെയ്യാൻ, അല്ലല്ലോ, ഫയൽ എന്ന ഏതാ സമയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയം വരെ ഇവിടെ ജീവിച്ചേ വെക്കൂ. അതുവരെ ജീവിക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിനെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് അക്ഷരികമായൊരു പ്രവൃത്തിയല്ല, തികച്ചും ആത്മീയമായ കാര്യമാണ്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൽ അക്ഷരികമായ ഒരു പ്രവൃത്തി ഉണ്ടായില്ല, അത് ആത്മീയമായിട്ടാണ് നമ്മൾ പരിഗണിച്ചത്. അങ്ങനെയെങ്കിൽ ബാക്കി കാര്യവും ആത്മീയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സമ്പൂർണ്ണമായി നമ്മെ തന്നെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതാണ്. നാം നമ്മെ തന്നെ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവരികയാണ്. ഗലാത്യ ലേഖനം 2:20 ഇവിടെ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വാക്യം. നമ്മൾ ഇപ്പോൾ വായിക്കുന്നില്ല. അതായത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ എന്ന വാക്യം ഓർത്താൽ മതി. ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ലെന്ന് വേറൊരു ഭാഗത്തും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അങ്ങനെ ഒരു തലത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് ഞാൻ ബലിപീഠത്തിൽ വിശ്രമിക്കുകയാണ്. എൻ്റെ വിശ്രമ സ്ഥലം എന്ന് പറയുന്നത് ക്രൂശാണ്. അവിടെ ഞാൻ വിശ്രമിക്കുകയാണ്. അങ്ങനത്തെ ഒരു തലം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയേ പറയാൻ ആഗ്രഹിച്ചുള്ളൂ. വരാൻ പോകുന്ന ആ മഹിമയിലേക്കുള്ള പ്രവേശനത്തിലേക്ക് നമുക്ക് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന സകല കാര്യങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നേറേണ്ട ആളുകളാണ് നാം. കേവലമായ കാര്യങ്ങളുടെ പിറകെ ഒന്നും നമ്മുടെ ശ്രദ്ധ തിരിയാൻ പാടില്ല, ലക്ഷ്യം തെറ്റാൻ പാടില്ല. കണ്ണൊന്ന് തെറ്റിയാൽ മതി, സംഭവം പാളും. നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ടാണ് തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ തിമത്തിയോസിനോട് പൗലോസ് പറയുന്നത് നിത്യജീവനെ മുറുകെ പിടിക്കുക എന്ന് വെച്ചാൽ നിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ജീവൻ, ആ ലൈഫ്, അതിനെ ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. കെയർ ചെയ്യുക, ഗാർഡ് ചെയ്യുക, സൂക്ഷിക്കുക. ആ സീഡ് അബോട്ട് ചെയ്ത് പോകരുത്. അപ്പോൾ അത്ര കെയർഫുൾ ലൈഫ് നയിക്കണം. ഇനി വേറെ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ, നാം ഈ പുതിയ നിയമ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം. അല്ലാതെ നമ്മുടെ ഈ ചുറ്റും കാണുന്ന വലിയ അമ്പരചുംബികളായ പള്ളികളും അതൊക്കെ അതിൻ്റെ ഉടമസ്ഥരായ ആളുകൾ പറയുന്ന ദൈവാലയം എന്നൊക്കെയാണ്. നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും, നമ്മുടെ പ്രസംഗം കേൾക്കുമ്പോൾ അവർക്കും ചിരി വരും, രണ്ടു കൂട്ടർക്കും ചിരി വരും. നമുക്ക് അവരുടെ പള്ളികളും അതിൻ്റെ എഴുത്തുകളും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായ ചിരി വരും. നമ്മുടെ പ്രസംഗം കേൾക്കുമ്പോൾ അവർ കുടുകുടാ ചിരിക്കും. വട്ടന്മാരെന്നാണ് നമ്മളെക്കുറിച്ച് അവർ ചിന്തിക്കുകയുള്ളൂ. നമ്മളും തിരിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കില്ല. കണ്ണ് തുറക്കാത്ത മനുഷ്യരെന്നാണ് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. പഴയ നിയമകാലത്ത് ദൈവത്തിന് ദൈവാലയം ഉണ്ടായിരുന്നു. അതാണ് യെരുശലേമിലെ ദൈവാലയം. അതിനുശേഷം നാം കാണുന്നത്, അതായത് ക്രൂശീകരണത്തിന് ശേഷം അല്ലെങ്കിൽ മാളികമുറിക്ക് ശേഷം കർത്താവിൻ്റെ സഭയാണ് തൻ്റെ ആലയം എന്ന് പറയുന്നത്. ദൈവാലയം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ആ ദൈവസഭയുടെ ചുരുക്കെഴുത്താണ് നാം ഓരോരുത്തരും. അതിൻ്റെ ചുരുക്കെഴുത്താണ് വിസിബിളായി കാണാൻ പാകത്തിനുള്ള മന്ദിരമെന്ന് ഉള്ള നിലയിൽ വലുവനായ ദൈവം ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന നമ്മെ ഓരോരുത്തരെയാണ്. നമ്മയാണ് ഈ ലോകത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. എൻ്റെ ആലയം, യെസ്, ഇതാണ് എൻ്റെ വാസസ്ഥലം, ഇതാണ് എൻ്റെ നിവാസം എന്ന നിലയിൽ നമ്മെ ഓരോരുത്തരെയാണ് ആക്കി വെച്ചിരിക്കുന്നത്, നമ്മെ ഓരോരുത്തരെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തിരിച്ചറിവാണ്. അങ്ങനെ ആ നിവാസം എന്ന നിലയിലും, അതുമാത്രമല്ല ദൈവത്തിൻ്റെ നിവാസം, ദൈവത്തിൻ്റെ ഗ്രഹം അല്ലെങ്കിൽ ടെമ്പിൾ എന്നൊക്കെയുള്ള നിലയിൽ പഠിച്ചു വരുമ്പോൾ അതിൽ പുരോഹിതന്മാരെന്ന നിലയിൽ, അതിലെ ശുശ്രൂഷകന്മാരെന്നുള്ള നിലയിൽ പൗരോഹിത്യ ശുശ്രൂഷയും അല്ലാതെ ലേവ്യർ ചെയ്യുന്ന മറ്റ് ശുശ്രൂഷകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ നമ്മുടെ മേൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. അവിടെയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യം 52-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതായത്, വിട്ടുപോരുവിൻ, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, അശുദ്ധമായതൊന്നും സ്പർശിക്കരുത്, തൊടരുത്, നിങ്ങൾ വിശുദ്ധിയോടിരിക്കണം. പറയാൻ കാരണം എന്നാ? കെഹാത്യരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്.
ഈ കഹാത്യരാണ് ഈ മോസ്റ്റ് ഹോളി തിങ്സ്, ഈ ടാബർനാക്കിളിലെ എല്ലാ ഉപകരണങ്ങളും ചുമന്നുകൊണ്ട് നടന്നിരുന്നത് അവരാണ് അതെല്ലാം ചുമന്നുകൊണ്ട് നടന്നിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നത് അവരാണ്, മോസ്റ്റ് ഹോളി തിങ്സ്. ബാക്കിയുള്ള ലേവ്യര് വേറെ കാര്യങ്ങളൊക്കെ അവരുടെ ഉത്തരവാദിത്വത്തിലുണ്ട്. എന്നാൽ ഇവരുടെ ഉത്തരവാദിത്വത്തിലാണ് മോസ്റ്റ് ഹോളി തിങ്സ്, അതിവിശുദ്ധമായ കാര്യങ്ങൾ. അതായത് പെട്ടകം മുതൽ യാഗപീഠം വരെയുള്ള കാര്യങ്ങളെല്ലാം അവരായിരുന്നു ചുമലിൽ ചുമന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ശേഷം 12 ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എവിടെയെങ്കിലും സർക്കസ് കളിക്കാൻ പോയി എന്ന് കരുതി അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. നിങ്ങൾക്ക് അതിനുള്ള പെർമിറ്റ് ഇല്ല. നിങ്ങൾ അതിവിശുദ്ധമായവയെ ചുമക്കുന്നവരാണ്. നിങ്ങളുടെ ചുമലിലാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ ഇരിക്കുന്നത്. നിങ്ങളാണിത് ചുമന്നുകൊണ്ട് ഇത് ചലിപ്പിക്കുന്ന ആളുകൾ. ശേഷം മനുഷ്യരെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ വ്യത്യസ്തരാണ്. അപ്പോൾ വ്യത്യസ്തരാണെന്നുള്ളത് അടിച്ചേൽപ്പിക്കുകയല്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതാണോ? മറ്റെല്ലാവരെയും പോലെയല്ലേ, അവർക്ക് 2 കണ്ണുണ്ട്, എനിക്ക് 2 കണ്ണുണ്ട്, എനിക്ക് 2 കാലുണ്ട്, അങ്ങനത്തെ ആ കാര്യമല്ല പറഞ്ഞത്. 2 കണ്ണൊക്കെയുണ്ട്, 3 കണ്ണുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നതല്ലെന്നേ. ഇത് പദവിയാണ്. 12 ഗോത്രത്തിനകത്തൊരു ഗോത്രം ലേവി ഗോത്രം. ലേവി ഗോത്രത്തിൽ ലേവിക്ക് 3 മക്കളിൽ നടുക്കത്തെ ആൾ കെഹാത്ത്. ആ കെഹാത്തിൻ്റെ മക്കളുടെ ആ വംശത്തിൽ വരുന്നവരാണ് ഈ അതിവിശുദ്ധമായവയെ ചുമക്കേണ്ടവർ. കെഹാത്തും അല്ലെങ്കിൽ കെഹാത്തിൻ്റെ തലമുറകളിൽ ഉള്ളവരാണ് അതിവിശുദ്ധമായവയെ ചുമക്കേണ്ടവർ. ബാക്കിയുള്ളവരൊക്കെ അത് കണ്ടു നിൽക്കുന്നവർ, ഇവരത് ചുമക്കുന്നവർ. കണ്ടു നിൽക്കുന്നവരോ? പിന്നെ യഹൂദ ഗോത്രക്കാരൊക്കെ കണ്ടു നിൽക്കുകയല്ലേ ഉള്ളൂ. അവർക്കിത് തൊട്ടാൽ ജീവൻ പോവും. അതാണ് അതിൻ്റെ അന്നത്തെ കാലത്തെ രീതി. അവരെല്ലാം കണ്ടു നിൽക്കുന്നവരാണ്. അതേസമയം ഇതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ ഇവരാണ്. ഇതിൻ്റെ മഹത്വവും മഹാത്മ്യമൊക്കെ ഏറ്റവും അടുത്ത് നിന്ന് കാണുന്നവരും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നവർ. അവരോടാ പറയുന്നത് പുറപ്പെട്ടു പോരുവിനെന്ന്. അശുദ്ധമായതൊന്നും തുടരുത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകരുത് എന്ന് അവരോട് പറയുന്നത്. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ പിന്നിലൊക്കെയുള്ള രഹസ്യം എന്താ? ജാഗ്രത എന്നൊരു വാക്ക് ഉപയോഗിക്കാം. ജാഗ്രത അല്ലേ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ ജാഗ്രത ആവശ്യമാണ്. ആ കെഹാത്യരുടെ സ്ഥാനത്ത് നിന്ന് നാമാണ് നിൽക്കുന്നത്. നാമല്ലേ ഇന്ന് യാഗപീഠം ചുമക്കുന്നവർ, നാമല്ലേ ഇന്ന് പെട്ടകം ചുമക്കുന്നവർ, നാമല്ലേ ആ വിളക്ക് ഹാൻഡിൽ ചെയ്യുന്നവർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നവർ ഇന്ന് നാമാണ്. ദൈവത്തിൻ്റെ മന്ദിരം നാമാണ്, അതിലെ പുരോഹിതന്മാർ നാമാണ്, അതിലെ ശുശ്രൂഷാ വൃന്ദം നാമാണ്, സഹായവൃന്ദവും നാമാണ്, എല്ലാം നാമാണ്. അതിലെ ഗായക സംഘം നാമാണ്, അതിലെ ഓർക്കസ്ട്ര നാമാണ്. പിന്നെ എന്നാ എന്ന് വേണ്ട, അങ്ങനെ സമസ്ത മേഖലകളും കൈകാര്യം ചെയ്യുന്ന സകലകല വല്ലഭന്മാരാണ് നമ്മൾ. അതെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാം നമ്മൾ. പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ആളുകളെ ലയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. നമ്മൾ തന്നെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണം. പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം തന്നെ വളരെ സീരിയസ് ആണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. അവർക്കും 2 കണ്ണുണ്ട്, എനിക്കും 2 കണ്ണുണ്ടെന്നുള്ള കഥയൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം. ശേഷം മനുഷ്യരെ നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ലേ? അങ്ങനെയാണെങ്കിൽ കെഹാത്യരുടെ സ്ഥാനത്ത് മറ്റവർ കയറി ചുമന്നു കഴിഞ്ഞാൽ ഒക്കുവോ? ഉസയെ ഓർക്കുന്നുണ്ടോ? ഉസയെ ഒന്ന് ഓർത്താൽ പോരെ? ഉസയെ ഓർത്ത് കഴിഞ്ഞ് നമുക്ക് കാര്യം മനസ്സിലാവും. ചുമലിൽ ചുമക്കേണ്ട പെട്ടകം കൊടുത്ത് കാളവണ്ടിപ്പുറത്ത് ആരോ പറഞ്ഞെന്നും പറഞ്ഞ്, ആരോ അല്ല, മഹാരാജാവാണ് പറഞ്ഞത്. മഹാരാജാവ് പറഞ്ഞപ്പോൾ വിവരക്കേട് ചെയ്തു ഉസ. അപ്പോൾ അങ്ങനെ ആ വിവരക്കേടിലൂടെ പോയി ആള് തീർന്നുപോയി, ഷോക്കടിച്ചു പോയി, അല്ലെങ്കിൽ കറണ്ട് അടിച്ചെന്ന് പറയാം. കറണ്ട് അടിച്ച ആൾ തീർന്നുപോയി, പരിപാടി അവസാനിച്ചു. അപ്പോൾ ഈ കാര്യത്തിനൊക്കെ ക്രമങ്ങളുണ്ട്. ക്രമം തെറ്റിക്കാൻ പാടില്ല. സൗരങ്ങളെ, ഞാൻ വേറൊരു വിഷയം പറയാനാണ് വന്നത്. പക്ഷെ അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഭാഗം ഉരുത്തിരിഞ്ഞു വന്നത് അത് തികച്ചും അതിശയകരമായി പോയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരെയും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ച് ഉണർത്താനും അപ്പോൾ വിഷയങ്ങളുടെ ഒരു ഗൗരവം നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കൊണ്ടുവരുവാൻ വേണ്ടിയും നാം എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര ഭാഗ്യാവസ്ഥയാണ് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ പത്രോസിനോടുള്ള ബന്ധത്തിൽ ആ വാക്ക് ഉപയോഗിച്ചു കേട്ടോ. ബറിയോനാ ശീമോനെ നീ ഭാഗ്യവാൻ എന്ന് വിളിച്ചു നമ്മുടെ കർത്താവ്. അതുപോലെ നാമും ആ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ, പത്രോസിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, പത്രോസിനെ അങ്ങനെ വിളിക്കാൻ കാരണം എന്നാ? നാട്ടിലുള്ള ആളുകളൊക്കെ യേശു ക്രിസ്തു ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പത്രോസ് പറയാണ്
നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അത്രേ എന്ന്. അതായത് നീ വന്ദിനായവൻ്റെ പുത്രനായ മെഷികയാണെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൽക്ഷണം കൊടുക്കുകയാണ് ഒരു ബാഡ്ജ്. ഇരിക്കട്ടെ, നീ ഭാഗ്യവാൻ. നമ്മൾ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാ? പണ്ട് കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ, വളരെ ചെറുപ്പകാലത്തൊക്കെ, ഇന്നടുത്ത് ഇന്നാര് അവൻ ഒരു ഭാഗ്യവാനാകട്ടെ, അവന് പേർഷ്യക്ക് പോകാൻ പറ്റിയെന്ന് പറയും. ഗൾഫിൽ നിന്നൊന്നും അന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പേർഷ്യക്ക് പോകാൻ പറ്റിയെന്ന. പേർഷ്യയിലെ ഗോപാലൻ ഞങ്ങളുടെ അടുത്തുള്ളതാണ്, പേർഷ്യയിലെ ഗോപാലൻ. അപ്പോൾ അങ്ങനെ പേർഷ്യക്ക് പോകാൻ പറ്റിയവരൊക്കെ ആ കാലഘട്ടത്തിൽ ഭാഗ്യവാന്മാരായിരുന്നു. നമുക്കന്ന് വേദവസമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, നമുക്ക് വലിയ പിടിപാടൊന്നുമില്ല. പത്രോസ് അങ്ങനെ പറഞ്ഞിരുന്നോ, പിന്നെ ഞാൻ എൻ്റെ സഭയെ പണിയും, മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനത്തെ വാക്യമുണ്ടെന്നൊന്നും നമ്മൾ ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു സഹോദരങ്ങളെ. തികച്ചും ഒരു അന്ധകാരമായിരുന്നു എന്ന് വേണേൽ പറയാം. അന്ധകാരം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ ഒരു അന്ധകാരമാണ് അല്ലേ? ഈ ഇഗ്നറൻസ് എന്ന് പറയുന്നത് എന്താ? ശരിക്കും അതൊരു ഒരു ഒരു ഇരുട്ടല്ലേ? അതൊരു അന്ധകാരം തന്നെയാണ്. സ്പിരിച്വലി അഥവാ ആത്മീയമായി അറിയേണ്ട കാര്യങ്ങളൊന്നും അറിയാതിരിക്കുന്നവനും ഒരുതരം ഇരുട്ടിൽ തപ്പുകയാ അല്ലേ? അത് ഒരുതരം ഇരുട്ടി തപ്പല. നമ്മളും അങ്ങനെ ഇരുട്ടി തപ്പിയ മനുഷ്യരാ. എന്നാൽ മഹാകൃപയാൽ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്നു. അതായത് വെളിപ്പാടുകൾ കരസ്ഥമാക്കി. പത്രോസിനോട് അങ്ങനെ പറയാൻ കാരണം എന്നാ? പത്രോസ് വെളിപ്പാടാണ് പറഞ്ഞത്. തൽക്ഷണം കർത്താവ് വീണ്ടും പറഞ്ഞു, അത് നിൻ്റെ പിതാക്കന്മാരൊന്നും നിന്നെ അറിയിച്ചതല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അപ്പോൾ അങ്ങനെ വെളിപ്പാടുള്ള ആളുകളെയെല്ലാം നമുക്ക് ഭാഗ്യവാന്മാരെന്ന് വിളിക്കാം. അവർ ധനവാന്മാരായില്ലെങ്കിലും, അവർ മില്ലിനേഴ്സ് ആയില്ലെങ്കിലും, അവർ സാധാരണ ജീവിതം നയിക്കുന്നവരാണെങ്കിലും ബൈബിൾ അവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് നമുക്കും അങ്ങനെ ചേർന്ന് വിളിക്കാമെന്നാണ്. അപ്പോൾ വെളിപ്പാടില്ലാത്തവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കാൻ പറ്റുമോയെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുക. നിങ്ങളെങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്തോ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എം എ യൂസഫ് അലി ഭാഗ്യവാനല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സ്വന്തമായിട്ട് 2 ജെറ്റ് പ്ലെയിനുള്ള ആളാണ്, അയാൾ ഭാഗ്യവാനല്ലേ? പക്ഷേ എൻ്റെ വീക്ഷണത്തിൽ പുള്ളിക്കാരൻ ഭാഗ്യവാനല്ല. അത് ലോകക്രമത്തിൽ അങ്ങനെ വേണേൽ പറയാമായിരിക്കാം. വെളിപ്പാടില്ലാത്ത ആരും ഭാഗ്യവാന്മാരല്ല. എന്ത് വെളിപ്പാടാ? സൃഷ്ടാവിനെക്കുറിച്ചുള്ള വെളിപ്പാട്, സൃഷ്ടിയെക്കുറിച്ചുള്ള വെളിപ്പാട്, ദൈവത്തിൻ്റെ കാര്യപരിപാടിയെക്കുറിച്ചുള്ള വെളിപ്പാട്, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, അതിനാണ് വെളിപ്പാട് എന്നുള്ള വാക്കുപയോഗിക്കുന്നത്. ഒരു സ്പിരിച്വൽ ടേമാണത്, വെളിപ്പാട്. വെളിപ്പാട് എല്ലാ ആൾക്കാരും പറയുന്ന അല്ലേ? കാസർഗോഡ് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ തെയ്യങ്ങളുണ്ട്. പിന്നെ വേറെ സ്ഥലങ്ങളിൽ പോയ വെളിച്ചപ്പാടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് വെളിപ്പാടൊക്കെ അവരും പറയുന്നത്. വെളിച്ചപ്പാട് പറയുന്നതും വെളിപ്പാടാണ്. അത് അവരുടേതായ ലിമിറ്റുകളിൽ നിൽക്കും. നമ്മുടേത് ലിമിറ്റ്ലെസ്സാണ്. അങ്ങനെ ഒരു ലിമിറ്റൊന്നുമില്ല. മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹത്തായ കാര്യങ്ങളല്ലേ? സ്വർഗത്തിലെ കാര്യങ്ങളും എന്ന് വേണ്ട അസംഖ്യം കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയ മനുഷ്യരാണ്. അക്കാരണത്താൽ നാം ഭാഗ്യവാന്മാരാണ്, ഭാഗ്യാവസ്ഥയിലാണ്. ആ ഭാഗ്യാവസ്ഥയിൽ ആനന്ദിച്ച് സന്തോഷിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. സഹോദരങ്ങളെ, കഴിഞ്ഞ സന്ധ്യയ്ക്ക് ഞാൻ മറ്റൊരു വാക്കും കൂടെ പറഞ്ഞു കേട്ടോ. ഒരു ഇൻട്രഡക്ഷൻ പാർട്ടിൽ ഇങ്ങനെ പറഞ്ഞു പോയതാ. അതായത് മണിക്കൂറുകൾ മാത്രം, ലോട്ടറിയുടെ കാര്യമല്ല, മണിക്കൂറുകൾ മാത്രം. ടെഹ്റാനിൽ നിന്ന് ഒരു മിസൈൽ അത് പറന്നു വന്ന് ടെലവീവിലാണോ അതെയോ ജെറുസലേമിലാണോ ഹൈഫയിലാണോ ഏത് വൈഫൈയിലാണോ എവിടെയാണോ വീഴാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതിന് എത്ര സമയമുണ്ടെന്നൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ ആശീർവാദവും പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ടു. രാത്രി 2 മണി സമയമായി പോണ്ടാ. നമ്മുടെ ആയത്തുള്ള അലി ഖൊമേനി അവിടെ നിന്ന് മിസൈലൊക്കെ വിട്ടു, കുറച്ച് ഡ്രോണും ഒക്കെ വിട്ടു. ഏതാണ്ട് 200-300 മിസൈലൊക്കെ വിട്ടെന്നാണ് പറഞ്ഞത്. ആ മിസൈലിൻ്റെ പരിധി ന്യൂസിലാൻഡ് വരുമെന്ന് എനിക്കറിയില്ല, അത്രയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ന്യൂയോർക്കും മാൻഹാട്ടനൊക്കെ പിടിക്കും അതിനകത്ത്. അപ്പോൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന സഹോദരിമാരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ന്യൂജേഴ്സിയിലും ഫിലദൽഫിയയിലും മേരിലാൻഡിലും ഒക്കെ അവർ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്, എല്ലാത്തിനെയും പേടിപ്പിച്ചാണ് വിട്ടത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇരിക്കുന്ന പുള്ളികളോട് കാനഡയിലേക്കൊക്കെ അത് വരും, അതിനൊക്കെയുള്ള നീളമുണ്ട്, അതിന് അങ്ങോട്ടൊക്കെ വിടാൻ പാകത്തിനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഓർത്തോ ലോകക്രമങ്ങൾ താളം തെറ്റാൻ പോവുകയാണ്. ഇപ്പോൾ ഇനി അതിന് ടാലിയേഷൻ എന്നുള്ള നിലയിൽ, തിരിച്ചടി എന്നുള്ള നിലയിൽ ഇസ്രായേൽ ചിന്തിക്കുകയാണ്, 2 അടിച്ചേക്കാം, തിരിച്ചും അതുപോലെ വിട്ടേക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കലുഷിതമാകും.
അല്ല ഇവർ സംയമനം പാലിച്ച് ഏതെങ്കിലും പാസ്റ്റർമാരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ നെതന്യാഹു പോവുകയാണെങ്കിൽ പുള്ളി എങ്ങാനും പറഞ്ഞു കൊടുക്കുകയാണ്, ആമീൻ സഹോദര, നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. യഹൂദ റബ്ബിയാണ് യേശു ക്രിസ്തു എന്നല്ലേ താങ്കൾ പണ്ട് പറഞ്ഞത്? താങ്കൾ അമാസ് ബോംബിട്ടപ്പോൾ പറഞ്ഞ അങ്ങനെയാണ്, യേശു ക്രിസ്തു നല്ല ഒരു യഹൂദ റബ്ബിയാന്ന്. ആ റബ്ബി പറഞ്ഞിട്ടുണ്ട് ഇടത്തെ കരണത്തെ അടിച്ചു കഴിഞ്ഞാൽ വലത്തെ കരണം കാണിക്കണമെന്ന്. അവർ കുറച്ച് മിസൈലിങ് വിട്ടെന്നല്ലേ ഉള്ളൂ, ക്ഷമിക്കുക എന്നെങ്ങാനും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവന്മാർ തിരിച്ചടിക്കും. ഇവന്മാർ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലിൻ്റെ ആൾക്കാരാണ്, വല്ലാത്ത സ്വഭാവക്കാരാണ്. ഇനിവേ, അപ്പോൾ കലുഷിതമാണ് കേട്ടോ കാര്യങ്ങൾ, കലുഷിതമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഈ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഒന്ന് കൂട്ടി വെച്ച് ചിന്തിച്ചോ. റാപ്ചർ എപ്പോൾ വേണേലും നടക്കാം, റാപ്ചർ എപ്പോൾ വേണേലും നടക്കാം. അതിന് മാത്രം പ്രവചനങ്ങളൊന്നും നിറവേറാനില്ല. ഇനി അങ്ങനെ അധികം പ്രവചനങ്ങളൊന്നും നിറവേറാനില്ല. അത്യാവശ്യം പ്രവചനങ്ങളൊക്കെ നിറവേറി കഴിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. ഇനി അവസാന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ, ഏതാണ്ട് അവസാന സമയത്തിലേക്ക്. കാലങ്ങൾ അങ്ങനെ മാറി മറിഞ്ഞു വരികയാണ്. നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയും ഒരു കാലഗതിയും കൂടെ വന്നു. അതെല്ലാം എനിക്കിപ്പോൾ ഇവിടെ വിസ്തരിക്കാൻ പറ്റില്ല, സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നോഹയുടെ കാലവും ലോത്തിൻ്റെ കാലവും ഏതാണ്ടൊക്കെ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് അത്രയും പറയുമ്പോൾ ബാക്കിയുള്ളവർ കൂട്ടിച്ചേർത്ത് വായിച്ചുകൊള്ളുക. സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ഈ വന്നെത്തിയിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ നമ്മുടെ ക്രിസ്തീയ ലോകം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ കൊണ്ടാടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ ഒരു മെസ്സേജിലേക്ക് കടന്നു പോയിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. അതിലെ ആദ്യത്തെ ആഴ്ചയിൽ പരമ്പരാഗതമായ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ദുഃഖവെള്ളി എന്ന് പറയുന്നൊരു വെള്ളിയുണ്ടല്ലോ, ഗുഡ് ഫ്രൈഡേ. അതിൻ്റെ മലയാളം പറഞ്ഞാൽ നല്ല വെള്ളി എന്നാണ് പറയേണ്ടത്, പക്ഷേ എന്തായാലും അത് ദുഃഖവെള്ളിയാണ്. ആ ദുഃഖവെള്ളിയാഴ്ചയാണ് ക്രിസ്തുവിനെ ക്രൂശിച്ചത് എന്നുള്ള കാര്യം എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഒന്നടങ്കം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ്. എല്ലാവരും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചില പഠനങ്ങളിലും ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് അതിലെ ചില ബോധ്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പരമ്പരാഗതമായ വെള്ളിയാഴ്ചയല്ല, പകരം കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ക്രൂശീകരണം നടന്നത് ബുധനാഴ്ചയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ വിശദമാക്കാൻ പറ്റാതെ പോയ ചില മേഖലകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ആഴ്ച പിന്നെയും സമയമെടുത്തുകൊണ്ട് അതിനുള്ള കുറേ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ 2 ആഴ്ച ആ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഊന്നി പറഞ്ഞൊരു കാര്യമുണ്ട്, വെള്ളിക്കും തിങ്കളിലും ചൊവ്വയ്ക്കും അല്ല നമ്മൾ പ്രാധാന്യം കൊടുത്തത്. നമ്മൾ പ്രാധാന്യം കൊടുത്തത് പെസഹായിക്കാണ്. പെസഹായോടുള്ള ബന്ധത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കണം എന്നുള്ള കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ ചിലരൊക്കെ കമൻ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മെസ്സേജിനടിയിൽ. എല്ലാത്തിനൊന്നും മറുപടി കൊടുക്കാനൊന്നും ഞാൻ പോയില്ല. കാരണം പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാൽ ഒരു അടി തിരിച്ചു കൊടുത്തേക്കാം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സമുദായവും ഞങ്ങളുടെ ആൾക്കാരൊക്കെ ദുഃഖവെള്ളിയാണല്ലോ ആചരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മൾ തറവാടികളല്ലേ, അതുകൊണ്ട് ഈ ഉദ്ദേശിക്കിട്ട് 2 കൊടുത്തേക്കാന്നുള്ള രീതിയിലൊക്കെ വന്ന് ആളുകൾ പറയും. അതിന് നമ്മൾ മൈൻഡ് ചെയ്യില്ല. അത് നിങ്ങൾ അവിടെ വന്ന് എന്തെങ്കിലും ബഹളം വെച്ചിട്ട് പോകുകയെന്നേ മാർഗമുള്ളൂ. അതേസമയം നിങ്ങൾ പറയുന്നതിനകത്ത് കാമ്പും കഴമ്പും ഉണ്ട്, ഒരു നിലവാരമുണ്ട്, ഒരു സ്റ്റാൻഡേർഡുണ്ട്. നിങ്ങളൊരു പഠിതാവാണ്, നിങ്ങളൊരു അന്വേഷണാത്മകതയുള്ള ആളാണ്, നിങ്ങൾ സത്യത്തെ അംഗീകരിക്കുന്നവനാണെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളോട് മറുപടിയൊക്കെ പറയും. കാര്യങ്ങൾ അത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ. ഈ പറഞ്ഞുകൊണ്ട് വരുന്ന ഒറ്റ ഒരാൾക്കും യഹൂദൻ്റെ ദിവസം ആരംഭിക്കുന്ന എന്നാന്നുള്ള ഒരു ബോധ്യമില്ല. ആ ബോധ്യത്തിലല്ലേ കമൻറ്റൊക്കെ ആയിട്ട് വരുന്നത്. ചിലർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞു വരും. അതായത് വെള്ളിയാഴ്ച ക്രൂശിച്ചു, പിന്നെ ശനിയാഴ്ച, പിന്നെ ഞായറാഴ്ച ഉയർത്തു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കർത്താവ് ഉയർത്തുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച എപ്പോൾ ക്രൂശിച്ചു സഹോദര? വെള്ളിയാഴ്ച സന്ധ്യയ്ക്കാണ് ഈ പറഞ്ഞ കാര്യം നടക്കുന്നത്. അതായത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണല്ലോ മരണം സംഭവിച്ചതും പിന്നെ ബോഡി അടക്കുന്നതുമൊക്കെ. അപ്പോൾ അങ്ങനെ 6 മണിക്കുള്ളിൽ, വെള്ളിയാഴ്ച 6 മണിക്കുള്ളിൽ ഈ പരമ്പരാഗതമായ ബോധ്യം അനുസരിച്ചാണെങ്കിൽ അങ്ങനെ അടക്കി. അപ്പോൾ അവിടെ മുതൽ ശനിയാഴ്ച സന്ധ്യയ്ക്ക് അതേ സമയം വരെ ആകുമ്പോഴത്തേക്ക് 1 ദിവസമാകും, 1 ദിവസം. അപ്പോൾ ശനിയാഴ്ച സന്ധ്യ മുതൽ ഞായറാഴ്ച സന്ധ്യ വരെ പോകണോ, അതെയോ ഞായറാഴ്ച സന്ധ്യ വരെ പോയാലും 2 ദിവസം ആവുള്ളൂ. ഇവരെല്ലാം ഇരുന്ന് കണക്ക് കൂട്ടി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വെറും പൊട്ടന്മാരുടെ കൂട്ടമാണല്ലോ പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ. ഒരു വിവരമില്ല. അവർക്കങ്ങ് സിറിയയിലും ഉഗാണ്ടയിലൊക്കെ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അവർക്ക് എവിടെയാ? ആന്ത്യോക്യയിലും പിന്നെ എവിടെയൊക്കെയാ ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വലിയ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട്. ഭയങ്കര പണ്ഡിതന്മാരാണെന്ന വിചാരം. വെള്ളിയാഴ്ച വൈകിട്ട്
അത് ശനിയാഴ്ച വൈകിട്ടാകുമ്പോഴത്തേക്കും 1 ദിവസമാവും, പിന്നെ ഞായറാഴ്ച വൈകിട്ടാകുമ്പോഴത്തേക്കും 2 ദിവസമാവും, തിങ്കളാഴ്ച വൈകിട്ടാകുമ്പോഴത്തേക്കും 3 ദിവസമാവും. അങ്ങനെയാണോ അതിൻ്റെ ക്രമം കിടക്കുന്നത്? ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, അതായത് മേലാൽ ഞങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരോടും ഇന്ന് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളെല്ലാം ഈ ദുഃഖ വെള്ളിയാഴ്ച തന്നെ ചിന്തിച്ചിരുന്ന മനുഷ്യരാണ്, അല്ലാതെ വിപ്ലവമായിട്ടൊന്നും വന്നവരല്ല. ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യത്തിലും ഇങ്ങനത്തെ ഒരു വിശ്വാസ പന്താവിലൂടെ പോകുമ്പോഴും പെന്തക്കോസ്റ്റ് ലോകം ഒന്നടങ്കം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വെള്ളിയാഴ്ചയാണ് സംഭവിച്ചത്, പിന്നെ ദുഃഖശനി, പിന്നെ ഞായറാഴ്ച പോത്തിറച്ചി മേടിക്കുക. ഇങ്ങനെ തന്നെയാണ് എല്ലാ ക്രൈസ്തവരുടെ കൂട്ടത്തിൽ ഇവരും ചിന്തിച്ചിരുന്നത്. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നയാളാണ്. പക്ഷെ വേദപുസ്തക സത്യങ്ങളിലേക്ക് തിരിയുമ്പോൾ, വചനഭാഗങ്ങൾ നമ്മുടെ കണ്ണിൽ ഉടക്കുമ്പോൾ, അവിടെ നിന്ന് ധ്യാനിക്കുമ്പോൾ, കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ, ആഴത്തിൽ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങളെ തുറന്നു തരികയാണ്. അതിൽ ഈ ദിവസക്രമത്തിനല്ലായിരുന്നു ശരിക്കും ഞാൻ പ്രാധാന്യം കൊടുത്തത്. അത് പിന്നീടാണ് അങ്ങനെ പ്രാധാന്യം വന്നത്. കൂടുതൽ ചിന്തിച്ചപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത സംഭവം എന്ന് പറയുന്നത്, വ്യാഴാഴ്ച പെസഹ ആചരിക്കുന്നു നമ്മുടെ നാട്ടിൽ, അപ്പോൾ അതും ഇതൊക്കെ തിന്നുന്നു. വെള്ളിയാഴ്ച ക്രൂശിക്കുന്നു, ശനിയും കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച ഈസ്റ്റർ എന്നുള്ള നിലയിൽ കൊണ്ടാടുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ രീതിയിലാണെങ്കിലും കാര്യങ്ങൾ എങ്ങനെ ശരിയാവും? വ്യാഴാഴ്ചയാണ് പെസഹ എങ്കിൽ ആ വ്യാഴാഴ്ച തന്നെ ക്രൂശിക്കപ്പെടണം. വ്യാഴാഴ്ചയാണ് പെസഹ എങ്കിൽ വാദത്തിന് നമ്മൾ സമ്മതിക്കുക. ആ വ്യാഴാഴ്ച എന്തുകൊണ്ട് ക്രൂശിക്കപ്പെടുന്നില്ല? ക്രൂശീകരണം എന്നല്ലേ വേണ്ടത്? പെസഹായും കഴിഞ്ഞ് പിന്നെ 1 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണോ ക്രൂശിക്കപ്പെടുന്നത്? അപ്പം നമ്മൾ അതിനാണ് ഊന്നൽ കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ പരിശുദ്ധാത്മാവ് ബോധ്യം തന്നപ്പോൾ ആ വചന സത്യങ്ങളോട് ചേർന്ന് നടക്കാൻ കാണിച്ച ഉത്സാഹം നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. ഔട്ട്സൈഡിലുള്ള ഞങ്ങളുടെ ക്രൈസ്തവ സുഹൃത്തുക്കൾ അത് ശ്രദ്ധിക്കുന്നില്ല. എന്താ നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഞങ്ങൾ ഇന്നലെ വരെ ഇങ്ങനെയാണെന്നേ മുറുകെ പിടിച്ചത്, അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ ഒരു കാര്യം തുറന്ന് വന്നപ്പോൾ ആരും ആരുടെ മേലെ അടിച്ചേൽപ്പിക്കുകയല്ലോ. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇത്രയും പേര് ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അടിച്ചേൽപ്പിക്കാവുന്ന കാര്യമല്ല. ഞാൻ പ്രസംഗിച്ചു, പറഞ്ഞു, പഠിപ്പിച്ചു എന്നോർത്ത് അത് 2 കൈ നീട്ടി സ്വീകരിക്കണമെന്നൊന്നുമില്ല. അത് സ്വീകരിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് വിശകലനം ചെയ്യാമല്ലോ, നിങ്ങൾക്ക് തട്ടിക്കിഴിച്ച് നോക്കാമല്ലോ, വചനവുമായിട്ട് ഒത്തു നോക്കാമല്ലോ, ചരിത്രവുമായിട്ട് ഒത്തു നോക്കാമല്ലോ, ഇസ്രായേൽ ഹിസ്റ്ററിയുമായിട്ട് ഒത്തു നോക്കാമല്ലോ. അതെല്ലാം വെച്ചിട്ട് ഒരു ഉത്തരത്തിലെത്തിച്ചേരാം. അതിന് സമയങ്ങളുണ്ടല്ലോ, 1 ആഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എത്രയോ സമയങ്ങളുണ്ട്. ആ സമയങ്ങളൊക്കെ എടുത്ത് തന്നെ ആ ഉത്തരത്തിലെത്തിച്ചേരാം. ഞാൻ എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ആ ബോധ്യം ലഭിച്ചതുകൊണ്ടാണ് ഞാനത് പ്രസംഗിച്ചത്. വിവാദങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ എടുത്തിട്ട് അവരെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോവുകയോ വിവാദത്തിൽ ഏർപ്പെടുകയോ ഇതൊന്നും താല്പര്യമുള്ള ആളല്ല. കാരണം ഗഹനമായ വിധത്തിൽ രക്ഷ പ്രസംഗിക്കുന്നവരാണ് നമ്മൾ, വിശുദ്ധ ജീവിതം പ്രസംഗിക്കുന്നവരാണ്, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരാണ്. അതിനിടയിൽ കൺഫ്യൂഷനുകളോ അതിനിടയിൽ ഇങ്ങനത്തെ ഈ തർക്കസൂത്രങ്ങൾക്കൊന്നും നമുക്ക് സമയമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ മെയിൻ കോറായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോവും. അങ്ങനെ ശ്രദ്ധ മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും ഉത്സാഹിക്കാറ്. പക്ഷേ ഇത് നമുക്ക് വളരെ പക്കായായിട്ട് തുറന്നു കിട്ടിയതുകൊണ്ടാണ് നമ്മളത് പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞങ്ങൾ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്യത്തിൻ്റെ പാതയിലൂടെ നടക്കും. അപ്പനപ്പന്മാരുടെ കാലത്ത് എന്നോ എഴുതി വെച്ച പ്രാർത്ഥനാ പുസ്തകത്തിലെ കാര്യങ്ങൾ തന്നെയും പിന്നെയും തത്തമ്മേ പൂച്ച എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് അങ്ങനത്തെ ഒരു സഞ്ചാരമല്ല. പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യത്തിലാണ് മുൻപോട്ട് പോകുന്നത്. ഒരു കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ ആ കാര്യത്തിന് കൃത്യതയില്ല എന്ന് ആത്മാവിൽ ബോധ്യം വന്നു കഴിഞ്ഞാൽ, അത് ഇന്നലകളിൽ ഏത് പിതാക്കന്മാർ പറഞ്ഞതാണെങ്കിലും ആ കാര്യങ്ങളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ചു വചനത്തിൻ്റെ വെളിച്ചത്തിൽ, പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സ്വീകരിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിന് ഇന്നും ഞങ്ങളെ ടീച്ച് ചെയ്യാൻ കഴിയും, ഇന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ കഴിയും, ഇന്നും ഞങ്ങളെ തിരുത്താൻ കഴിയും. അതാണ് ക്രൈസ്തവ ലോകത്ത് ഈ വേർപെട്ടവരുടെ ഗ്രൂപ്പുകൾ, വിശേഷിച്ച് പെന്തക്കോസ്തുകാരെന്നൊക്കെ പറയുന്നവരുടെ ഒരു പ്രത്യേകത എന്താ? ഇതിലുള്ള എല്ലാ മാലാഖമാരൊന്നും അല്ല കേട്ടോ. അതിനിശിതമായി ഞങ്ങൾ ഇതിനകത്തുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രസംഗിക്കുന്നവരാണ്, അത് വേറെ പ്ലാറ്റ്ഫോമുകളിൽ. എന്നാൽ ജനറലായിട്ട് പറയുകയാണ്, ഇന്നും പരിശുദ്ധാത്മാവിന് തിരുത്താൻ കഴിയും, നിങ്ങളെ തിരുത്താൻ കഴിയില്ല. കാരണം
നിങ്ങൾ അപ്പനപ്പന്മാരുടെ കാലത്ത് എഴുതി വെച്ച കിതാബ് കയ്യിൽ വെച്ചിരിക്കുക. ആ കിതാബിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ കിതാബ് എന്ത് പറയുന്നോ അതിങ്ങനെ വായിച്ചു പോകുന്നു. അതേസമയം ഈ പെന്തക്കോസ് ലോകത്തും അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് കേട്ടോ. പെന്തക്കോസ് ലോകത്ത് ഒറ്റ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതായത് TPM എന്ന് പറയുന്ന സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ എന്നുള്ള പഴയ പേരിൽ അറിയപ്പെടുന്ന അവരെ സംബന്ധിച്ചും അവരുടെ അപ്പച്ചന്മാരുണ്ട് അവർക്ക്. അതായത് പാസ്റ്റർ പോളും പാസ്റ്റർ ആൽവിനും എന്ത് പറഞ്ഞിട്ടുണ്ടോ ഇനി അതിനപ്പുറത്തൊന്നുമില്ല. അതായത് 50-70 കൊല്ലം പുറകിൽ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് തെറ്റാവരെ ഉണ്ടെന്ന ഇവരുടെ ചിന്ത. അവരന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതിന് തക്കതായ വാക്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളെ നടത്തിയവരെ ഓർത്തവരുടെ വിശ്വാസം അനുകരിക്കണമെന്ന് എബ്രായ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവരെല്ലാം മനുഷ്യരാണ്. ദൈവനിശ്വാസ്യമായ വെളിപ്പാടുകളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അത് തിരുവെഴുത്തുകളെ പുസ്തക രൂപത്തിലാക്കുമ്പോഴാണ് നമ്മൾ ആ കാര്യം പറയുന്നത്. അപ്പോസ്തലന്മാർക്ക് വിശുദ്ധ തിരുവെഴുത്തുകളെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് അത് ദൈവനിശ്വാസ്യമായ വചനങ്ങളാണെന്ന്. ദൈവനിശ്വാസ്യമായ വചനങ്ങളാണ്. അപ്പോൾ അതേസമയം ഈ പറയപ്പെട്ട പിതാക്കന്മാർക്കൊക്കെ അവർക്ക് പ്രകാശനം ലഭിച്ചിട്ടുണ്ട്. എൻലൈറ്റൻഡ് ആയിട്ട് ഇത് വചനം കിട്ടിയിട്ടുണ്ട്. ഇൻസ്പയർഡ് അല്ല. അതായത് അത് ദൈവനിശ്വാസ്യമായ കാര്യങ്ങളല്ല. അവർക്ക് പ്രകാശനം ലഭിച്ചിട്ടുണ്ട്. അവരെ പോലെ തന്നെയാണ് ഇന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരായ ഞങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നാം എല്ലാവരും ദൈവവചനത്തിൻ്റെ പ്രകാശനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. നമുക്ക് പ്രകാശിച്ച് കിട്ടും പല കാര്യങ്ങളും. ഇപ്പോൾ ഈ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലും നമ്മൾ പറഞ്ഞെങ്ങനെയാണ് പ്രകാശിച്ച് കിട്ടിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്നലെ വരെ നമ്മൾ മുറുകെ പിടിച്ചിരുന്ന പല കാര്യങ്ങളും കൂടുതൽ തെളിമയോടെ വചനം വെളിപ്പെട്ട് വന്നപ്പോൾ ആ കാര്യങ്ങൾക്ക് നമ്മൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട്, മാറ്റങ്ങളെ വരുത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമായി നമുക്ക് ബോധ്യം വന്ന കാര്യങ്ങൾക്കനുസരിച്ച് ചുവടുകൾ വെച്ചിട്ടുണ്ട്. അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇന്നും പരിശുദ്ധാത്മാവിന് തിരുത്താൻ കഴിയുന്നൊരു ഗ്രൂപ്പാണ് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർ. പലതരം കുഴപ്പങ്ങൾ ആളുകൾക്ക് പറയാനുണ്ട്. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ആ പാസ്റ്റർ ഇങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കുറവുകളും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷെ പരിശുദ്ധാത്മാവിന് നമ്മെ ടീച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിശ്ചയമായും ആ ടീച്ചിങ്ങിന് വിധേയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. സഹോദരങ്ങളെ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിൽ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാനിന്ന് അവസാനിപ്പിക്കാം. ഇന്നത്തേത് ഒരു ഷോർട്ട് മെസ്സേജായിട്ട് കൂട്ടുക. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട്, അതായത് ഈ കഷ്ടാനുഭവ ആഴ്ച അഥവാ ആശാ ആഴ്ച എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞു പോയിട്ട് അതൊക്കെ കഴിഞ്ഞു പോയിട്ട് ദിവസങ്ങളായി. പക്ഷെ ഞാൻ അതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ തന്നെ നിന്നുകൊണ്ട് ആ ആഴ്ചകളിൽ തന്നെ നിങ്ങളെയും മടക്കിക്കൊണ്ടുവന്ന് ഒരു ചെറിയ കാര്യം നിങ്ങളുടെ മുമ്പാകെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ആ പറയപ്പെട്ട ആഴ്ചയിൽ ദുഃഖവെള്ളിയാഴ്ച ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിശദീകരണം തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ദുഃഖവെള്ളിയും ഈസ്റ്ററും പെസഹായും ഒക്കെ ആയിട്ട് പറഞ്ഞ ഓശാനയും ഒക്കെ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ 2-3 ആഴ്ച, അതിന് പരിസമാപ്തി കുറിക്കാം. അപ്പോൾ എബി ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാവോ? അത് കാണിച്ചിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞങ്ങളുടെ അന്തത്തിൽ നാളെ രക്ഷ ഉണ്ടായെന്ന്
സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കണ്ട ആ വീഡിയോ, അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സ്ലീബ ആരാധന അല്ലെങ്കിൽ സ്ലീബ വണക്കം എന്നും പറഞ്ഞാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ദുഃഖവെള്ളിയാഴ്ചയോടുള്ള ബന്ധത്തിൽ രാവിലെ മുതൽ നടക്കുന്ന ചടങ്ങുകൾ അതിൻ്റെ ക്രമത്തിൽ മുന്നേറുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു 3 മണി സമയത്തോട് അടുക്കുമ്പോൾ ഈ പറയപ്പെട്ട നിലയിൽ, അതായത് ക്രിസ്തുവിൻ്റെ അടക്കത്തെ ദ്യോതിപ്പിക്കുന്ന നിലയിൽ ഇത് ഈ നഗരി കാണിക്കൽ എന്നൊക്കെ പറയും. പള്ളിക്ക് ചുറ്റും ഇങ്ങനെ കൊണ്ടുപോകും. ആ പള്ളിക്ക് അകത്തൂടെ തന്നെയായിരിക്കും. ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ചുറ്റും, പള്ളിക്ക് ചുറ്റും മുറ്റമുണ്ടല്ലോ, ആ മുറ്റത്തൂടെ ഇങ്ങനെ കറക്കി വട്ടം കറക്കി വന്നിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് പിന്നെ ആളുകൾ വന്ന് കണ്ടില്ലേ, മുത്തുന്നത് കണ്ടില്ലേ, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ മൂടി വെച്ചിരിക്കുന്ന ആ രൂപം, അതിനകത്തൊരു സ്ലീബ അഥവാ ഒരു ക്രൂശാണ്, അതിനെ മുത്തുന്നു. കത്തോലിക്കരുടെ അടുക്കലാണെങ്കിൽ ഓ മൈ ഗാഡ്, അത് പറയാതിരിക്കാൻ പറ്റില്ല, അത് ഭയങ്കരമായിരിക്കും. കത്തോലിക്കരുടെ അടുക്കലാണെങ്കിൽ എനിക്കത് വാക്കുകളില്ല വർണ്ണിക്കാൻ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട് വിസിറ്റിന് വേണ്ടി കേരളത്തിൽ പോയിരുന്നു. ഒരു പകലത്തേക്ക് മാത്രം, ഒരു കല്യാണത്തിനാണ്. എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ മകളുടെ കല്യാണമാണ്. അവൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആൾ കത്തോലിക്കനാണ്, ഒരു ഓർത്തഡോക്സുകാരാണ്, പക്ഷെ കെട്ടിക്കുന്നത് കാത്തലിക്കിലേക്കാണ്. അപ്പോൾ ഈ കാത്തലിക് ചർച്ചിൽ ചെന്നപ്പോൾ വിസ്മയമാണ്. അതിനകത്ത് വലിയ വലിയ പരിപാടികളുണ്ട്, ചുറ്റും വിഗ്രഹങ്ങളാണ്, 1, 2, 3 ഒന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിമാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ ഓർത്തഡോക്സുകാരാണ്, അവരുടെ കൂട്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചോ, അവിടെ ആ ഫ്രണ്ടിൽ നെടുനീളത്തിൽ ഒരു ചില്ലുകൂട്ടിനകത്ത് ഒരാൾ കിടപ്പുണ്ടല്ലോ, അത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവരും ചിരിക്കുക. അങ്ങനെ ഓർത്തഡോക്സ് പള്ളിയിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഒരു വലിയ ചില്ലുകൂട്ടിനകത്ത് ഒരു ഒത്ത മനുഷ്യൻ്റെ ഒരു 6 അടി നീളമുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്, വലിയ വലിപ്പത്തിലുള്ള. അപ്പോൾ ആളുകൾ വന്നിട്ട് അതിലിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് മുത്തി പോകുന്നു. അതായത് വലിയൊരു ചില്ലും കൊണ്ടുള്ള ഒരു കവറിങ് ഉണ്ട് അതിന്. കാരണം അതിൽ എല്ലാവരും സ്പർശിച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവോ, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ ആയിരിക്കുമല്ലോ, അതിനെന്തെങ്കിലും കേട് വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് കാത്തലിക് ചർച്ച് ആണെങ്കിൽ ഇതുപോലെ ധാരാളം വിഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട്. മറ്റവരുടെ ഒന്നും ചർച്ചിൽ അത്രയും ഇങ്ങനെ വിഗ്രഹങ്ങളില്ല. അവിടെ പിക്ചറുകളാണ് കൂടുതൽ കാണുന്നത്, പിക്ചറുകളും ഒക്കെ. ഇപ്പം നമ്മൾ ഈ കണ്ട ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒരു വലിയ മണ്ടത്തരം, അതിൻ്റെ ഒരു ചുരുളാണ് നമ്മൾ അഴിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ, നമ്മളെന്തിനാണ് കേൾക്കുന്നത് എന്നൊന്നും ചിന്തിക്കരുത്. നമ്മളൊരു സമൂഹജീവിയാണ്. നമ്മുടെ സ്നേഹിതർ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ എല്ലാ കൂട്ടങ്ങളിലും നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ ഫലപ്രദമായി നിങ്ങൾക്ക് അവരോട് മറുപടി പറയാൻ കഴിയണമെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചോ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചോ ഒക്കെ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ആ സഹോദരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് എത്രയോ കാലങ്ങളായിട്ട് അവർ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും വന്ന് ഈ സ്ലീബായെ വന്നിച്ച് അല്ലെങ്കിൽ അതിനെ മുത്തി ചുംബനം കൊടുത്ത് പിന്നീട് അത് അടക്കുകയാണ്. പിന്നീട് ഉയർക്കുന്നത് ഈ ശനിയാഴ്ച അർദ്ധരാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച പുലർച്ചെയുള്ള ഉയർപ്പിൻ ശുശ്രൂഷ എന്ന് പറയുന്ന ആ ശുശ്രൂഷയിലാണ് പിന്നെ അത് പുറത്തെടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ ഞാൻ ഒറ്റയടിക്ക് എങ്ങനെ വർണ്ണിക്കുമെന്ന് ചോദിച്ചാൽ, ഇതിനാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. യാക്കോബായ, ഓർത്തഡോക്സ് അങ്ങനെയൊക്കെയുള്ള ഗണത്തിൽപ്പെട്ട സഹോദരങ്ങൾ ആരെങ്കിലും ഞങ്ങളെ പിന്നീട് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ പച്ചയ്ക്ക് നിങ്ങളോട് പറയുകയാണ്, ഇതിന് വിഗ്രഹാരാധന എന്നല്ലാതെ വേറെ ഒരു ഓമന പേരും ഇട്ട് വിളിക്കാനില്ല. തികച്ചും വിഗ്രഹാരാധനയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ മറിച്ച് കളഞ്ഞുകൊണ്ട് കടുത്ത ശിക്ഷയാണ് കാത്തിരിക്കുന്നത്, കടുത്ത ശിക്ഷ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം സംഭവിച്ചത് ഏകദേശം AD 30 അപ്പോൾ അങ്ങനെ ഏകദേശം AD 30 ക്രൂശീകരണം നടന്നെങ്കിൽ ആ ഏകദേശം AD 30 തന്നെയാണ് മർക്കോസിൻ്റെ ആ പഴയ കെട്ടിടത്തിൽ നിന്നുകൊണ്ട് പത്രോസ് ലീഗ തൻ്റെ ആദ്യ പ്രസംഗത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് ജനത്തെ കൈപിടിച്ച് കയറ്റിയത്. അന്നത്തെ ആ ഒരൊറ്റ പ്രസംഗത്തിലൂടെ താക്കോലിട്ട് ദൈവരാജ്യം ഓപ്പൺ ചെയ്യുകയാണ്. അങ്ങനെ ജനം അതിലേക്ക് കടന്നു വന്നു. അങ്ങനെ ദൈവസഭ അവിടെ ആരംഭിച്ചു. ഏകദേശം AD 31 എന്ന് പറയുമ്പോൾ ഒരു വർഷം മുന്നോട്ട് പോയി. 31 കർത്താവിൻ്റെ ക്രൂശീകരണം 31 പത്രോസ് ജീവിച്ചിരിപ്പുണ്ട്, എല്ലാ അപ്പോസ്തലന്മാരും ജീവിച്ചിരിപ്പുണ്ട്, സ്തേഫാനോസ് പോലും ജീവിച്ചിരിപ്പുണ്ട്. ഇവരെല്ലാം ജീവിച്ചിരിക്കുന്ന അടുത്ത ആ വാർഷിക ദിനത്തിൽ
ഇവർ യെരുശലേമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്ത് ഇവർ ഈ സൈസ് പരിപാടി കാണിച്ചോ? അത് കഴിഞ്ഞുള്ള ഏതെങ്കിലും വർഷം ക്രൈസ്തവ സഭയുടെ ചരിത്രം എഴുതി വച്ചിരിക്കുന്ന ചരിത്ര രേഖയാണ് പുസ്തകങ്ങളടങ്ങുന്ന പുതിയ നിയമം എന്ന് പറയുന്നത്. അതാണ് സഭയുടെ ആധികാരിക ചരിത്രരേഖ. അല്ലാതെ യൂസേബീസും അല്ലെങ്കിൽ തെർത്തുല്യനും അവരൊക്കെ സഭാപിതാക്കന്മാരും അപ്പോസ്തലിക പിതാക്കന്മാരും ആയിരിക്കും. അവരൊക്കെ പറയുന്നതും അവരൊക്കെ എഴുതി വച്ചിരിക്കുന്നതുമായ ഏത് രേഖകളെക്കാളും ആധികാരികതയുള്ള രേഖയാണ് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ഈ 27 പുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഏകദേശം AD 30 മുതൽ ഏതാണ്ട് ഒരു AD 95 വരെയുള്ള ചരിത്രം എടുത്തു നോക്കിയേ. ഏതാണ്ട് 60-ലധികം വർഷത്തെ ചരിത്രം. അപ്പോൾ 60 ദുഃഖവെള്ളിയാഴ്ച ആചരിക്കേണ്ടതുണ്ട് കുറഞ്ഞത്. ഞാനൊരു 60 വർഷം എന്ന് കൂട്ടാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു കാലം വരുമ്പോഴത്തേക്കും യോഹന്നാൻ മരിച്ചിട്ടില്ല. ബാക്കിയുള്ള അപ്പോസ്തലന്മാരൊക്കെ ഭൂമിയിൽ നിന്ന് പതിയെ മാറ്റപ്പെട്ടെങ്കിലും യോഹന്നാൻ അന്നുകൊണ്ട് ഏകദേശം ആ നൂറ്റാണ്ടിൻ്റെ ഒടുവിലത്തെ സമയം വരെ കർത്താവിൻ്റെ മാറിൽ ചാരിയിരുന്ന യോഹന്നാനുണ്ട്. 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. പോരാത്തതിനൊരു വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിലെവിടെയെങ്കിലും ഒരു ഭാഗത്ത് കൃത്യമായി പറയാമായിരുന്നു. വെളിപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുന്നത്? ഞാൻ മരിച്ചവനായിരുന്നു എന്നല്ലേ കർത്താവ് പറയുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഞാൻ മരണത്തെ മറികടന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. മരണത്തെ മറികടന്ന് വന്നവൻ, മരണത്തെ ജയിച്ചവൻ. ആ സമയത്തെങ്കിലും പറയാൻ മേലേ ഞാൻ മരിച്ചത് എന്നാന്നൊക്കെ ഓർക്കണം കേട്ടോ. യഹൂദന്മാർ പെസഹ ആചരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ മരണത്തെ ഓർക്കണം എന്ന് പറയണ്ടേ? കർത്താവ് അങ്ങനെ പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞോ? ആദിമസഭ ആചരിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? സഹോദരങ്ങളെ, ഇതൊക്കെ തെറ്റായ പ്രവണതകളാണ്. ഇതൊക്കെ വചനവിരുദ്ധമായ കാര്യങ്ങളാണ്. വിഗ്രഹാരാധനയാണ്. കടുത്ത ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പിന്നത്തേതിൽ അവിടെ കടന്നു ചെന്ന മഗ്ദലനക്കാരത്തി മറിയോട് ദൂതൻ എന്നാ പറയുന്നത്? അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. വന്നവരോടൊക്കെ ദൂതന്മാർക്ക് പറയാനുള്ളതാണ്, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് മഹിമയുടെ വലഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തുവിനെ കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം 5:16 എന്താ എഴുതിയിരിക്കുന്നത്? അതൊന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 5:16. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ആകയാൽ ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെയും ജഡപ്രകാരമാണ് അറിഞ്ഞതെങ്കിൽ ഇന്നു മുതൽ അങ്ങനെയല്ല അറിയുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മരണത്തെ അതിജീവിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇന്നവൻ മഹിമയിൽ വസിക്കുകയാണ്. മഹിമയിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾ ആരെയും ജഡപ്രകാരമല്ല അറിയുന്നത്, ക്രിസ്തുവിനെയും അങ്ങനെയല്ല അറിയുന്നത്. അവൻ തേജസ്സിൻ്റെ ക്രിസ്തുവാണ്. ആ തേജസ്സിൻ്റെ ക്രിസ്തു ജീവനോടിരിക്കുമ്പോൾ പിടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടിരിക്കുകയല്ലേ. ഇപ്പം പ്രതീകാത്മകമായിട്ടൊരു കാര്യം ചെയ്യുക എന്ന് വിചാരിക്കുക. പ്രതീകാത്മകമായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ മരിച്ചുപോയ ഒരാളെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്താൻ ചെയ്യുന്നതാണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. ക്രിസ്തു മരിച്ചു പോയില്ലല്ലോ, അവൻ മരിച്ചവനായിരുന്നു. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയല്ലേ. പിന്നെ ഇനി എങ്ങനെയാണ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വചനം നമുക്ക് അനുവാദം തരുന്നില്ല. ഇതൊക്കെ തോന്നലുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളാണ്. ഇതിനെയാണ് പാരമ്പര്യം എന്ന പേരിൽ താലോലിക്കുന്നത്. ഇത്തരം മണ്ടത്തരങ്ങളെയാണ് കേമത്വം എന്ന നിലയിൽ കൊണ്ടാടുന്നത്. ഈ മണ്ടത്തരങ്ങളെയാണ് കേമത്വം എന്ന നിലയിൽ കൊണ്ടാടുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ദൈവസഭയോട് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ആ മരണത്തെ പ്രസ്താവിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രകടമായി നമ്മുടെ മുമ്പിലുണ്ട്. ആ കാര്യങ്ങളെ പ്രസ്താവിക്കാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അഥവാ മാമോദീസയോടുള്ള ബന്ധത്തിൽ ഒരാൾ ഇറങ്ങി വരുമ്പോൾ എന്താണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു ചോദ്യം വന്നാൽ അതിന് മറുപടി കൊടുക്കാനുണ്ട് നമുക്ക്. അതിൻ്റെ മറുപടി എന്താ? അതായത് ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങളോട് ഈ വ്യക്തി ഏകീഭവിക്കുകയാണ്. അങ്ങനെയാണ് വചനം പറയുന്നത്. അവിടെ ആ മരണം പ്രസ്താവിക്കപ്പെടുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ മരണം. ആ വ്യക്തി എന്താണ് പറയുന്നത്? സ്നാനപ്പെടുന്ന വ്യക്തിക്ക് എന്താ പറയാനുള്ളത്? പാപസംബന്ധമായി മരിച്ചവനായിരുന്ന എനിക്ക് വേണ്ടി പാപരഹിതനായ ക്രിസ്തു മരണം ആസ്വദിച്ചു.
അവൻ മരണം ടേസ്റ്റ് ചെയ്തു. അവൻ മരണത്തിനിടത്തേക്ക് കടന്നുപോയി ആ ശിക്ഷ ഏറ്റെടുത്തു. മരണശിക്ഷ അവൻ ഏറ്റെടുത്തു. അങ്ങനെ അവൻ എന്നെ വിടുവിച്ചു, അവൻ എന്നെ രക്ഷിച്ചു. ആ രക്ഷിച്ച ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ സ്നാനപ്പെടുകയാണ്. അതായത് ക്രിസ്തുവിൻ്റെ മരണം മൂലമാണ് എനിക്ക് രക്ഷ ലഭിച്ചത്. അങ്ങനെ എന്നെ രക്ഷിച്ച ക്രിസ്തുവിനോട് ഞാൻ ചേരുകയാണ്. ആ മരണത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. ആ മരണം മൂലം എനിക്ക് ലഭിച്ചത് നിത്യജീവനാണ്. ആ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആ സ്നാനത്തിൽ ആ വ്യക്തി പുതിയൊരു ക്രമത്തിലേക്ക് വരികയാണ്, അഥവാ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ ആരംഭിക്കുകയാണ്. അവിടെ ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും ഒക്കെ പ്രഘോഷിക്കപ്പെടുകയാണ് സ്നാനത്തിൽ. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പ്രസ്താവിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെയായ കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞ് രണ്ടാമതൊരു കാര്യം പ്രകടമായി നമ്മുടെ മുൻപിലുള്ളത്, വിശുദ്ധന്മാർ ഒത്തുകൂടുമ്പോൾ അവരുടെ നടുവിൽ കർത്താവിൻ്റെ മേശ അഥവാ തിരുമേശ, ഹോളി കമ്മ്യൂണിയൻ, ആ തിരുമേശയോടുള്ള ബന്ധത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോഴും എന്താ എഴുതിയിരിക്കുന്നത്? ഇത് കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ്. ക്രിസ്തുവിൻ്റെ മരണം അവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവിടെ ആ അപ്പവും പാനപാത്രവും ഇരിപ്പുണ്ട്. ആ അപ്പവും പാനപാത്രവും എടുത്ത് ശുശ്രൂഷകൻ അത് ഉയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ അതിലൂടെ എന്താണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ആശയം? അവിടെ ഒരു ആത്മീയ ആശയം കിട്ടുന്നില്ലേ? അതായത് ഗോതമ്പ് മണി നിലത്ത് വീണ് തകർക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു എന്ന ഗോതമ്പ് മണി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുന്നു. പലരായ നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കുവാൻ വേണ്ടി ആ ഗോതമ്പ് മണി ചിതറി, അത് തകർക്കപ്പെട്ടു, അത് ഉടയ്ക്കപ്പെട്ടു, അത് പൊടിക്കപ്പെട്ടു, അതൊരു ഫൈൻ ഫ്ലോറായി മാറി. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന അപ്പം, ആ അപ്പത്തെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആ അപ്പത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കർത്താവ് മുന്നമേ പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അത് തൻ്റെ ബലിമരണം മൂലം ഉരുത്തിരിഞ്ഞു വന്ന ആ രക്ഷാകരമായ അനുഭവത്തിലേക്ക് ഒരുവൻ കടന്നു വന്നു കഴിഞ്ഞാൽ അവന് നിത്യജീവൻ ലഭിക്കുകയാണ്. വിശ്വാസം മൂലം കടന്നു വരുന്ന അവന് നിത്യജീവൻ ലഭിക്കുകയാണ്. നിത്യജീവൻ ലഭിച്ചവൻ വിശുദ്ധന്മാരോടുകൂടെ കൂട്ടായ്മ ആചരിക്കണം. അങ്ങനെയാണ്, വിശുദ്ധന്മാരോടുകൂടെ കൂട്ടായ്മ ആചരിക്കണം. വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ മാർപ്പാപ്പ ഡിക്ലെയർ ചെയ്ത ആൾക്കാരാണോ വിശുദ്ധന്മാർ? സഹോദരങ്ങളെ, ഈ വിശുദ്ധന്മാരെന്നുള്ള വിളിപ്പേര് ശരിക്കും അതൊരു ഓമനപ്പേരാണ്. നമ്മൾ വിശുദ്ധന്മാരോ പൂർണ്ണ വിശുദ്ധരോ ഒന്നും ആയതുകൊണ്ട് ലഭിക്കപ്പെട്ടൊരു കാര്യമല്ലത്. യേശുക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം നമ്മെ ഡയറക്റ്റ് അല്ല നോക്കിക്കാണുന്നത്, നമ്മെ ക്രിസ്തുവിലൂടെയാണ് നോക്കിക്കാണുന്നത്. ആ കാരണത്താൽ ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് നമ്മുടെ വിശുദ്ധി. അതുകൊണ്ടാണ് നമ്മെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരാൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക, കറക്ക് കമ്പനിയായിട്ട് നടക്കുക, ആളുകൾക്കൊക്കെ ഉപദ്രവമാണെന്ന് വിചാരിച്ചോ, അങ്ങനെ കുഴപ്പക്കാരനൊക്കെയാണ്. അങ്ങനെ നടക്കുന്ന പുള്ളീനെ പിടിച്ച് നമ്മളൊരു MP ആക്കി, MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. പുള്ളിക്കാരൻ അങ്ങനെ ഡൽഹി ചെന്നിട്ട് ഒരു സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ പുള്ളിയുടെ കാറിൻ്റെ മുൻപിൽ ഒരു ചെറിയ ബോർഡ് വെച്ചേക്കും. അതിനകത്ത് 2 അക്ഷരം എഴുതി വെച്ചിരിക്കും, MP, അല്ലെങ്കിൽ MLA എന്നുള്ളതും കൂട്ടിക്കോ, MP. അപ്പം നമ്മൾ ഇയാളെ എന്തെന്നാ സംബോധന ചെയ്യുന്നത്? ഇവൻ കറക്ക് കമ്പനി ആയിരുന്നു എന്നൊക്കെയാണോ അന്നേരം പറയുന്നത്? അതൊക്കെ വേറെ കഥ, അതൊക്കെ ഇന്നലകൾ. ഇവൻ കറക്ക് കമ്പനി ആയിട്ട് എല്ലാത്തിനും ഭാരമായിട്ട് നടന്നോക്കി ഇന്നലത്തെ കാര്യമാണ്. ഇന്നത്തെ കാര്യം എന്താ? ഇന്നവൻ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ്, MP ആണ്. അതൊരു പദവിയാണ്. അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചല്ല ഇത് കിട്ടുന്നത്, ഇതൊരു പദവിയാണ്. അത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചതല്ലേന്ന് ചോദിച്ചാൽ യെസ്, അതൊക്കെ സമ്മതിച്ചു. അതുപോലെ തന്നെ ഇവിടെ നമ്മെ എലക്ട് ചെയ്യുകയാണ്, ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുക്കുകയാണ്. പിതാവായ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. അങ്ങനെ നാം ആ ദൈവിക വിശുദ്ധിയിലേക്ക്, ആ നിലയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒത്തുകൂടിയ ആളുകൾ ക്രിസ്തുവിൽ പിതാവായ ദൈവം തിരഞ്ഞെടുത്തു എന്ന് ഉറപ്പുള്ള ആളുകൾ ഒരുമിച്ച് കൂടി അവരപ്പം നുറുക്കും. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ അങ്ങനെ അപ്പം നുറുക്കണം. അങ്ങനെ അപ്പം നുറുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടിയാലും അപ്പം നുറുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഒത്തുകൂടുമ്പോൾ സാവകാശം ലഭിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ രീതിയിൽ നിങ്ങൾ അപ്പം നുറുക്കണം. അതിൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, വേറെ വാക്കുകളൊന്നും അല്ല എഴുതിയിരിക്കുന്നത്, അപ്പം നുറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പം നുറുക്കലിന് അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മരണം പ്രസ്താവിക്കും. ക്രിസ്തു മരിച്ചു, ആ മരണനിമിത്തം, ആ ഉയർപ്പ് നിമിത്തം എനിക്ക് നിത്യജീവൻ ലഭിക്കുകയാണ്. എനിക്ക് നിത്യജീവൻ ലഭിക്കുകയാണ്. എൻ്റെ മരണം നീങ്ങി,
എൻ്റെ ഉള്ളിൽ നിത്യജീവൻ കടന്നു വന്നു, ഞാനിന്ന് മരണമില്ലായ്മയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനെല്ലാം കാരണമായത് ക്രിസ്തുവിൻ്റെ മരണമാണ്. ക്രിസ്തുവിൻ്റെ മരണം അവിടെ പ്രസ്താവിക്കപ്പെടുകയല്ലേ, അല്ലേ? തന്നെ കാണിച്ചു കൊടുത്ത് രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് പങ്കിട്ട് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ താൻ അനുഭവിക്കാൻ പോകുന്ന ആ പീഡനങ്ങൾ, പങ്കപ്പാടുകൾ, അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. തൻ്റെ വിലാപ്പുറത്തുനിന്ന് അവസാനത്തുള്ള ഈ രക്തവും അത് ഒഴുകിക്കഴിഞ്ഞിട്ട് പിന്നെ വെള്ളമാണ് വന്നത്, അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ പാനപാത്രം എടുത്ത് ഉയർത്തിയത്. പാനപാത്രങ്ങളല്ല, പാനപാത്രം എടുത്ത് ഉയർത്തിക്കൊണ്ട് എന്താ പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തം എന്നാണ് പറയുന്നത്, ഉടമ്പടിയുടെ രക്തം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന രക്തം മുഴുവനും പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കും. മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അരിമത്തിക്കാരൻ ജോസഫ് വന്ന് ആ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി കല്ലറയിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ മരണം ഡിക്ലെയർ ചെയ്യപ്പെട്ടു, മരിച്ചു കഴിഞ്ഞാലാണ് ക്രൂശിൽ നിന്ന് ഇറക്കുന്നത്. അങ്ങനെ മരിച്ചെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് ബോഡി ക്രൂശിൽ നിന്ന് ഇറക്കി ഇതുവരെ ആരെയും വെച്ചിട്ടില്ലാത്ത ആ കല്ലറയിൽ കൊണ്ടുപോയി കർത്താവിൻ്റെ ശരീരം വെച്ചു. അപ്പം അങ്ങനെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ മുന്നമേ പറഞ്ഞ കാര്യമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം. ആ രക്തം അവസാന തുള്ളിയും കൂടെ ഊറ്റി മരണത്തിലേക്ക് താൻ കടന്നുപോയത് എന്തിനാ? നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ്, അല്ലേ? നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് തൃക്കരത്തിൽ അപ്പമെടുത്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെന്താ വിളിച്ചു പറയുന്നത്? അതായത് മഹത്വത്തിൽ വസിച്ചവൻ ആ മഹത്വം ഉരിഞ്ഞു വെച്ച് വേഷാൽ മനുഷ്യനായി തീർന്ന കാര്യമാണ് ആ അപ്പം കരത്തിലെടുക്കുമ്പോൾ വിളിച്ചു പറയുന്നത്. തൻ്റെ കരത്തിൽ, കർത്താവ് തൻ്റെ കരത്തിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ നിമിഷത്തെയാണ് ഞാൻ പറയുന്നത്. താന് ജഡമെടുത്തു എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ താൻ മരണത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ ഈ തിരുമേശയുടെ മുമ്പാകെ നാം അത് സ്മരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും കൊടയും വടിയായിട്ടൊക്കെ വരും ആളുകൾ. മെമ്മോറിയലോ, ഇത് കുർബാനയല്ലേ, ഇത് ബലിയല്ലേ എന്നൊക്കെ ചോദിക്കും. ഇതിനകത്ത് ഞങ്ങൾ ഏതെല്ലാം ഭാഷയിൽ വായിച്ചു നോക്കും, ഒരു ഭാഷയിൽ പോലും ബലി എന്നുള്ളൊരു വാക്കില്ല. ഇത് എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത്, പഴയ നിയമം ഹീബ്രുവില. ആ രണ്ട് ഭാഷയും ഒരു റെഫറൻസിന് വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും ബലിയുടെ കാര്യമില്ല. ബലിയുടെ കാര്യമുണ്ട്, ക്രിസ്തു ബലിയായി തീർന്ന കാര്യമുണ്ട്. അങ്ങനെ ബലിയായി തീർന്ന ക്രിസ്തു പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഇന്ന് മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ക്രിസ്തുവിനെ കൂടെ അങ്ങനെ അറിയുന്നില്ലെന്ന്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ രക്ഷേണ്യ പ്രവൃത്തിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ് അടുത്ത ഭാഗത്തിന് വേണ്ടി പിതാവിൻ്റെ വലഭാഗത്ത് നിന്ന് മധ്യസ്ഥ അണയ്ക്കുകയാണ്. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 7:25 പറയുന്നത്, അവൻ നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനത്രേ. അവൻ നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനത്രേ. അവൻ നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനത്രേ എന്നാണ് എബ്രായ ലേഖനം 7:25 എഴുതിയിരിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങൾ, ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളെ പ്രഖ്യാപനം ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് സ്നാനത്തിന് വേണ്ടിയുള്ള ആ നിമിഷങ്ങളും പിന്നീട് ദൈവസഭ നിരന്തരമായി അനുഷ്ഠിക്കുന്ന കാര്യമായ അപ്പം നുറുക്കൽ എന്ന് പറയുന്നത്. അപ്പം നുറുക്കൽ, അതായത് ഒരുമിച്ച് കൂടി അപ്പമെടുത്ത് ശുശ്രൂഷകൻ പിതാവായ ദൈവത്തെ വാഴ്ത്തി സ്തോത്രം ചെയ്ത് അത് നുറുക്കി പരസ്പരം പങ്കിട്ട് ഭക്ഷിക്കുകയാണ്. അന്നേരം അവിടെ ഡിക്ലെയർ ചെയ്യുന്ന കാര്യം എന്താ? പലരായ നാം ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണ്. ഈ അപ്പം, ഈ ഒരപ്പം നുറുക്കപ്പെട്ടത് നിമിത്തം, മുറിക്കപ്പെട്ടത് നിമിത്തം, ഉടയ്ക്കപ്പെട്ടത് നിമിത്തം, അത് നമ്മിൽ ഓരോരുത്തരിലേക്കും വരുന്നത് പോലെ ക്രിസ്തു ഉടയ്ക്കപ്പെട്ടത് നിമിത്തം ആ ക്രിസ്തുവിനെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുകയാണ്. അങ്ങനെ ക്രിസ്തു തകർക്കപ്പെട്ട നിമിത്തം പലരായ നാം ഇന്ന് ക്രിസ്തുവിൽ ഈ ഒരപ്പത്തിന് അംശിയായതുപോലെ നാം ആ ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. ഏക ശരീരസ്ഥർ എന്നുള്ള നിലയിൽ, സകല വാക്തത്വങ്ങൾക്ക് നാം പങ്കാളികൾ എന്നുള്ള നിലയിൽ, ക്രിസ്തുവിന് നാം കൂട്ടവകാശികൾ എന്ന നിലയിലേക്ക്, ആ ഒരു നിലയിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അവിടെ ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ്, നിശബ്ദമായി ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ്, അല്ലേ? ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങളെ ഡിക്ലെയർ ചെയ്യാൻ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വേണോ? നിരന്തരമായി അപ്പം നുറുക്കുമ്പോൾ, അതുപോലെ ദൈവസഭയിൽ നിരന്തരമായി സ്നാനങ്ങൾ നടക്കുമ്പോൾ,
മരണത്തെയും ഉയർപ്പിനെയും അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നെ വർഷത്തിലൊരിക്കൽ ഇങ്ങനത്തെ ഫാൻസി ഡ്രസ്സുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം കുറ്റകരമായ കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുക. അതിന് വലിയവനായ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അതിന് നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കാര്യം പറയുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ടാബർനാക്കിളിൻ്റെ ഒരു പഠനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്. നമ്മളെക്കുറിച്ച് അങ്ങനെ നമ്മുടെ കേൾവിക്കാർക്ക് അറിയില്ല. ഇപ്പം പെട്ടെന്ന് ദുഃഖവെള്ളിയും ശനി എന്നൊക്കെ പറഞ്ഞു വന്ന് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ അവർ വിചാരിക്കും ഇവരെന്തോ ദുഃഖവെള്ളിയുടെ ആൾക്കാരാന്ന് വിചാരിക്കും. അതൊന്നുമല്ല, ഇത് ഇന്ന് 200ാമത്തെ എപ്പിസോഡാണെന്നാണ് ദൈവദാസൻ പറഞ്ഞത്. ഇന്ന് 200ാമത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ 3-3.5 വർഷം കഴിഞ്ഞ് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. അത്രയും കാലങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഈ ഒരേ ബന്ധാവിൽ ഇങ്ങനെ പോവുകയാണ്. അതിലെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും ആ മഹിമയെയും ഒക്കെയാണ് അടുത്ത് നിന്ന് കാണാൻ പരിശ്രമിച്ചത്. അങ്ങനെയാണ് ദൈവസഭ എന്നുള്ളൊരു വിഷയത്തിൽ ടാബർനാക്കൾ എന്നുള്ള പഠനത്തിലേക്ക് വന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അനവധിയായ കാര്യങ്ങളാണ് പഠിച്ചത്. ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ടുണ്ടായ പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ ഞാനൊരു കാര്യം പരസ്യമായി പറഞ്ഞു. നമ്മുടെ ഈ വാത്സല്യ സഹോദരങ്ങൾ ചെയ്യുന്നത് തികച്ചും വിഗ്രഹാരാധനയാണ്. കർത്താവ് ഇത് സഹിക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ക്രൂരമായ കാര്യങ്ങളാണ് ഈ ചെയ്തു കൂട്ടുന്നത്. ക്രൂശിനെ വണങ്ങുക, ക്രൂശിനെ വന്ദിക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റായ പ്രവണതയാണ്. ഇത് ഒരിക്കലും ഒരു അപ്പോസ്തലന്മാരും ചെയ്തിരുന്ന കാര്യമല്ല. എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ആളുകൾക്ക് വളരെ അരോചകത്വം ഉണ്ടാക്കുന്ന വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും, തെളിയിക്കാൻ കഴിയും. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താ, ക്രൂശിനെ വണങ്ങുക, ക്രൂശിനെ ആരാധിക്കുക എന്നൊക്കെ പറയുന്നത് തികച്ചും വിഗ്രഹാരാധനയാണ്. ക്രൂശ് എന്ന് പറയുന്നത് കാൽവറിയിലെ ബലിപീഠമാണ്. നമ്മെ സംബന്ധിച്ച് കാൽവറിയിലെ ബലിപീഠമാണ്. ക്രൂശിന് മുൻപ് വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ആദ്യം നമ്മൾ കാണുന്നത് സമാഗമന കൂടാരമായിരിക്കും. രണ്ടാമത് നമ്മൾ കാണുന്നത് യെരുശലേമിലെ ദൈവാലയമായിരിക്കും. മൂന്നാമത് നമ്മൾ കാണുന്നതാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. അപ്പോൾ സമാഗമന കൂടാരത്തിന് മുൻപിൽ ഒരു ബലിപീഠമുണ്ട്, യെരുശലേം ദൈവാലയത്തിന് മുൻപിൽ ഒരു ബലിപീഠമുണ്ട്. അതിനെ രണ്ടിനെയും വിളിക്കുന്നത് താമ്രയാഗപീഠം എന്നുള്ളതാണ്. താമ്രയാഗപീഠം, ബ്രോസൺ ആൾട്ടർ, താമ്രയാഗപീഠം. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ബലിപീഠങ്ങളിലൂടെയും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരുന്നു. നിഴലായ കാര്യമാണ് പറയുന്നത്, നിഴലായ കാര്യം. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരേ ഒരു ബലിപീഠം, അതാണ് സമാഗമന കൂടാരത്തിന് മുൻപിലിരിക്കുന്ന യാഗപീഠം. സഹോദരങ്ങളെ, നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന ഈ പിക്ചറിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തണം. ഇപ്പോൾ നമ്മൾ ആ പള്ളിയിൽ കണ്ട കാര്യവും ഇതുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ പോകുന്നത്. പള്ളിയിൽ കണ്ട കാര്യം വിഗ്രഹാരാധനയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലാണ്. ഇന്ന് ദൈവസഭയ്ക്ക് മുൻപ് അതിൻ്റെ നിഴലായി നിന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് യെരുശലേമിലെ ദൈവാലയവും, ഒന്ന് സമാഗമന കൂടാരവും. ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ ആരംഭിച്ച കാലത്ത് ആദ്യമായി സ്ഥാപിതമായത് സമാഗമന കൂടാരമാണ്. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെനിക്കൊരു കൂടാരം ചമയ്ക്കണം, അതാണ് തിരുനിവാസം. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അതിൻ്റെ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ആദ്യം കാണുന്നതാണ് യാഗപീഠം അഥവാ ബലിപീഠം എന്നും വിളിക്കും. ആ യാഗപീഠം വഴിയാണ് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരുന്നത്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് അവിടെ നിരന്തരമായി നടക്കുന്ന യാഗങ്ങളുണ്ട്. എന്നാൽ വർഷത്തിലൊരിക്കൽ അവരുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, റിഡംഷനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന യാഗമുണ്ട്. പാപപരിഹാര ദിവസം നടക്കുന്ന ആ യാഗം, അറ്റോൺമെൻറ്റ് ഡേയിൽ നടക്കുന്ന യാഗം, അതുവഴിയാണ് ഇസ്രായേലിൻ്റെ സകല പാപങ്ങളും ശാപങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് ഒരു പുതിയ ആരംഭം കുറിക്കപ്പെടുകയാണ്. അത് ആണ്ടോടാണ്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരുടെ കാര്യത്തിൽ. എല്ലാ വർഷവും അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയല്ല, അവരുടെ ദൈനംദിനമുള്ള ആരാധനാ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മുന്നമേ നമ്മളത് വിശദീകരിച്ചിട്ടുള്ളതാണ് എങ്കിലും സന്ദർഭവശാൽ ഓടിച്ചൊന്ന് പറയുകയാണ്. അവരുടെ പുരോഹിതൻ നേരെ ഈ പ്രാകാരത്തിൽ കടന്നു വന്ന് താമ്രത്തൊട്ടിയിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച് പിന്നെ തൊട്ട് മുൻപിലിരിക്കുന്ന ആ യാഗപീഠത്തിൻ്റെ അടുക്കൽ വന്ന് യാഗമൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തവുമായിട്ടാണ് അകത്തേക്ക് കടന്നു പോകുന്നത്. ആ രക്തവുമായിട്ടല്ലാതെ അകത്തേക്ക് കടന്നു പോകാൻ കഴിയില്ല. അത് മാത്രമല്ല, യാഗമൃഗത്തെ ബലിപീഠത്തിൽ അഥവാ യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. ഇങ്ങനെയാണ് ആ ശുശ്രൂഷകളുടെ ഒരു ക്രമം കിടക്കുന്നത്. യാഗപീഠത്തെ
നമ്മൾ പറഞ്ഞ പാപപരിഹാര ദിവസവും അങ്ങനെ തന്നെയാണ്. പാപപരിഹാര ദിവസം 2 ആടിനെ കൊണ്ടുവരുന്ന കാര്യമുണ്ട്, കാളയെ കൊണ്ടുവരുന്ന കാര്യമുണ്ട്. ഇതിനെയൊക്കെ അറുക്കുന്നതും യാഗം അർപ്പിക്കുന്നതുമായ കാര്യങ്ങളുടെ എല്ലാം വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മറ്റ് പല ചാപ്റ്ററുകളിലും ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ മുഖാന്തരം എന്ന നിലയിൽ ദൈവം വെച്ചിരിക്കുന്നതാണ് ഈ താമ്രയാഗപീഠം. ആ യാഗപീഠത്തിലെ യാഗം അത് ഏറ്റവും സീരിയസ് ആയ കാര്യമാണ്. ആ യാഗപീഠത്തിൽ കത്തുന്ന തീയ്, അതിലെ തീക്കനൽ, ഇതൊന്നും ഇസ്രായേലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അതിലെ തീക്കനലാണ് അകത്തുള്ള ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിലെ തീയാണ് ആ വിളക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആ തീ തന്നെയാണ് കാഴ്ചയപ്പത്തിൻ്റെ മേശയിൽ ഇരിക്കുന്ന ആ അപ്പം ചുടാനൊക്കെ ആയിട്ട് എടുക്കുന്ന തീ, അതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ബലിപീഠം അവരുടെ മുമ്പിൽ വളരെ സീരിയസ് ആയൊരു സബ്ജക്റ്റാണ്, വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. ആ യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ട യാഗമൃഗത്തിൻ്റെ രക്തവുമായിട്ടാണ് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്കും പോകുന്നത്. അപ്പോൾ യാഗപീഠവും യാഗവും ഗൗരവമായ കാര്യങ്ങളാണ്, അത്ര ഗൗരവമായ കാര്യങ്ങളാണ്. അതിവിശുദ്ധമായ ഉപകരണങ്ങളിൽ പെട്ടതാണ് യാഗപീഠം. ഈ യാഗപീഠം എന്ന് പറയുന്നത് കാൽവറിയിലെ ക്രൂശിൻ്റെ നിഴലാണ്. ഈ യാഗപീഠം എന്ന് പറയുന്നത് കാൽവറിയിലെ ക്രൂശിൻ്റെ നിഴലായി നിൽക്കുകയാണ്. 2 യാഗപീഠങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന് സമാഗമന കൂടാരത്തിന് മുൻപിൽ, അടുത്തൊരു പിക്ചർ നമ്മൾ കാണിച്ചാൽ അത് യെരൂശലേം ദേവാലയത്തിൻ്റെ ആയിരിക്കും. അതിന് മുൻപിലും വലിയൊരു താമ്രയാഗപീഠമുണ്ട്. അളവിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 2നെയും താമ്രയാഗപീഠം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. 2ഇടത്തെയും ശുശ്രൂഷകൾ ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഈ നിർമ്മിതിക്ക് വ്യത്യാസമുണ്ട്. ഒന്ന് മൊബൈൽ ടെമ്പിളാണ്, ഒന്ന് പെർമനൻറ്റ് ടെമ്പിളാണ്. ആ ഒരു വ്യത്യാസമുള്ളൂ. 2ഇടത്ത് യാഗപീഠമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഈ പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കി ഒരു ഇസ്രായേലിനും കഴുത്തി കെട്ടി തൂക്കിയിട്ടിട്ടില്ല. നമ്മുടെ സവരങ്ങൾ സ്ലീബ കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുമല്ലോ, അങ്ങനെ അവരാരും കഴുത്തെ കെട്ടി തൂക്കിയിട്ടിട്ടില്ല. അവരൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ യാഗപീഠത്തെ അവർ ആരാധിക്കാറില്ല, യാഗപീഠത്തെ വണങ്ങാറില്ല, യാഗപീഠത്തിൻ്റെ അവിടെ ഉമ്മിയൊന്നും കൊടുക്കാറില്ല, അവിടെ ഒന്നും ചുംബനമൊന്നും കൊടുക്കാറില്ലെന്ന്. അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുക, പിന്നെ അവിടെ എവിടെയാ ചുംബനം കൊടുക്കാൻ കഴിയുന്നത്? അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താ? യഹൂദിന് വെളിപ്പെട്ട ദൈവം ആത്മാവായ ദൈവമാണ്. അതുകൊണ്ടാണ് കൽപ്പനകൾ കൊടുത്തപ്പോൾ 1-ാമത്തെ കൽപ്പനയിൽ ഞാനല്ലാതെ അന്യൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞു. 2-ാമത്തെ കൽപ്പന അതിനോട് ചേർത്താ വെച്ചത്. അത് 5-ാമത്തെയോ 7-ാമത്തെയോ 8-ാമത്തെയോ ഒന്നും ആയിട്ടല്ല വെച്ചത്. 1-ാമത്തേനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് 2-ാമത്തത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? 1-ാമത്തെ കൽപ്പനയിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ആത്മാവാകുന്നു. ആത്മസ്വരൂപിയായ ദൈവം തൻ്റെ ജനത്തിന് കൽപ്പന കൊടുക്കുകയാണ്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, യാതൊരുവിധ രൂപങ്ങളും ഉണ്ടാക്കരുത്, ആരാധനയ്ക്കായിട്ട് വണക്കത്തിനായിട്ട് ഒന്നും ഉണ്ടാക്കരുത്, യാതൊന്നും. അപ്പോഴാണ് നമ്മുടെ കാത്തലിക് സഹോദരങ്ങൾ വലിയ കൊടയും വടിയും പടയുമായിട്ട് അവർ വരും. സമാഗമന കൂടാരത്തിൽ യെരൂശലേം ദേവാലയത്തിൽ മുഴുവൻ വിഗ്രഹങ്ങളാണെന്നാണ് അവർ പറയുന്നത്, മുഴുവൻ വിഗ്രഹങ്ങളാണെന്ന്. ഇതിനൊക്കെ എന്താ മറുപടി പറയുക? ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും അതിന് മറുപടി പറയാറില്ല. കാരണം അങ്ങനെ ഒരു ലൈനിലോ 2 ലൈനിലോ ഒന്നും നമുക്ക് എഴുതി തീർക്കാവുന്ന കാര്യങ്ങളല്ല, ബൃഹത്തായ കാര്യങ്ങളാണ്. ഇതെല്ലാം ബൃഹത്തായ കാര്യങ്ങളാണ്. ഈ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്താണ് പെട്ടകം ഇരിക്കുന്നത്. അവരുടെ ഭാഷയിൽ പറഞ്ഞ പേടകം അഥവാ പെട്ടകം ഇരിക്കുന്നു, ആർക്ക്. ആ പെട്ടകത്തിൻ്റെ മുകളിൽ കൃപാസനമുണ്ട്. കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകൾ ചിറക് വിടർത്തി നിൽക്കുകയാണ്. അങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്ന കെരൂബുകളുടെ നടുവിൽ നിന്ന് ദൈവശബ്ദം പുറപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തേജോമയനായ ദൈവം അവിടെ ഇറങ്ങി വസിക്കുകയാണ്. തൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്, തൻ്റെ സാന്നിധ്യമുണ്ട്. ആ പെട്ടകം വിളിച്ചു പറയുന്നത് ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ അവർ ആത്മാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, പെട്ടകത്തെ അല്ല ആരാധിക്കുന്നത്, യാഗപീഠത്തെ അല്ല ആരാധിക്കുന്നത്. അവിടെ ഒന്നും വന്ന് കുമ്പിടുന്ന പരിപാടിയൊന്നുമില്ല. അവർ ധൂപം അർപ്പിക്കാൻ വരുമ്പോൾ, അവരുടെ പുരോഹിതന്മാർ ധൂപം അർപ്പിക്കാൻ വരുമ്പോൾ തിരശ്ശീലയ്ക്ക് തൊട്ട് മുൻപിലാണ് ധൂപപീഠം ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, തിരശ്ശീലയ്ക്ക് തൊട്ട് മുൻപിലാണ് ധൂപപീഠം ഇരിക്കുന്നത്. ധൂപപീഠത്തിൽ സുഗന്ധവർഗ്ഗങ്ങൾ നിരത്തി കഴിഞ്ഞിട്ട് അവരുടെ പുരോഹിതന്മാർ ഒരടി പിന്നിലേക്ക് മാറി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരങ്ങളെ മലർത്തി. നെടുമ്പാട് വീണിട്ട് കരങ്ങളെ മലർത്തുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ഓർത്തോണം. അങ്ങനെ നിൽക്കുന്ന നിമിഷങ്ങളാണ്. പ്രഭാതയാഗത്തിൻ്റെയും സന്ധ്യായാഗത്തിൻ്റെയും സമയത്ത് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് പരിമള ധൂപം അർപ്പിക്കുന്നത്.
അതാണ് സമാഗമന കൂടാരത്തിൽ യെരൂശലേം ദേവാലയത്തിൽ ഏറ്റവും ഗംഭീരമായ ശുശ്രൂഷ. ഏറ്റവും സീരിയസ് ആയ ശുശ്രൂഷ ഏതെന്ന് ചോദിച്ചാൽ പരിമള ധൂപാർപ്പണമാണ്. അത് നമ്മെ സംബന്ധിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രഥമമായ കാര്യമാണ് ആത്മാവിലുള്ള ആരാധന. 2 മധ്യസ്ഥ പ്രാർത്ഥന. ഈ 2 കാര്യങ്ങളുമാണ് ഇൻസെൻസ് ഓൾട്ടറുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുന്നതും പഠിച്ചു കഴിഞ്ഞതുമായ കാര്യങ്ങൾ. അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? അവിടെ കടന്നു വന്ന് ഈ പുരോഹിതൻ അവിടെ നെടുമ്പാട് വീഴുന്നു. അതേസമയം പ്രാകാരത്തിൽ തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ പ്രാകാരങ്ങളിൽ അവരുടെ പുരുഷന്മാരും സ്ത്രീകളും ലേവ്യരും ഒക്കെ നിൽപ്പുണ്ട്. അവരൊക്കെ അതാത് സ്ഥലങ്ങളിൽ നെടുമ്പാട് വീഴും. ആ നിമിഷങ്ങളിൽ അവരെല്ലാം ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴും. അപ്പോൾ പുരോഹിതൻ ഇവിടെ നെടുമ്പാട് വീഴുക എന്ന് പറഞ്ഞാൽ ഈ ധൂപപീഠത്തെ ചുംബിക്കാനും ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ ധൂപപീഠത്തെ ആരാധിക്കാനാണോ അവിടെ വീഴുന്നത്? അവരുടെ പ്രൈമറിയായ ബോധ്യമാണ് ഞങ്ങളുടെ ദൈവം ആത്മസ്വരൂപിയാണ്. ഞങ്ങളുടെ ദൈവം ആത്മസ്വരൂപിയാണ്. ആ ആത്മസ്വരൂപിയായ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെ ആരാധനയ്ക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അല്ലാതെ പെട്ടകത്തെയല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. പെട്ടകത്തെ നിർമ്മിക്കാൻ കർത്താവ് പറഞ്ഞു. ഈ പെട്ടകം ഇസ്രായേലിലെ ഒരു ജനവും കാണുന്നില്ല. സാമാന്യ ജനമൊന്നും ഒരിക്കലും ഈ പെട്ടകം കണ്ടിട്ടില്ല. അവർ പുറപ്പാട് ദിവസം വായിച്ചതിൻ്റെ പേരിൽ അവർക്കറിയാം സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം ഇരിപ്പുണ്ടെന്ന്. അതല്ലാതെ അവർക്ക് ഈ പെട്ടകത്തെക്കുറിച്ച് വേറെ ഗ്രാഹ്യമില്ല. അപ്പോൾ ചോദിക്കും, ഇവർ മൂവ് ചെയ്യുന്ന സമയത്ത് പെട്ടകം ആളുകൾ കാണില്ലേ എന്ന്. അതായത് ക്യാമ്പ് മൂവ് ചെയ്യുമല്ലോ, പാളയം മുന്നോട്ട് നീങ്ങുമ്പോൾ കാണില്ലേ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകം 4-ാം അധ്യായം പഠിക്കുന്നവർക്ക് ആ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇസ്രായേലിൻ്റെ ക്യാമ്പ് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ, അതായത് മൂത്ത പുത്രനായ എലയാസർ കടന്നു വന്ന് തിരശ്ശീലയഴിച്ച് പെട്ടകത്തെ മൂടും. അതിനു മുകളിൽ പല ശീലകളും വിരിച്ചുകൊണ്ട് അത് കവർ ചെയ്യും. അങ്ങനെ കവർ ചെയ്ത പിക്ചറുകൾ നിങ്ങൾക്ക് അപൂർവമായിട്ടായിരിക്കും നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയുന്നത്. സാധാരണ കാണുന്നൊക്കെ ഈ പെട്ടകത്തിൻ്റെ പിക്ചർ ഡയറക്റ്റായിട്ടായിരിക്കും. അത് കണ്ടിട്ടാണ് ഈ ആളുകൾ ചിന്തിക്കാതെ വന്നിട്ട് പറയുന്നത്, പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് വിഗ്രഹമല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ആ പെട്ടകം അത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, മറിയല്ല അത് കാണിക്കുന്നത്. അത് നിങ്ങൾ എങ്ങനെ കൂട്ടിയാലും കൂട്ടിമുട്ടിക്കാൻ പറ്റത്തില്ല. അത് തന്നെത്താൻ ഇരുന്ന് പറഞ്ഞ് ഒപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് മറിയാന്നൊക്കെ ഉള്ളത്. സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അടുത്തറിയാൻ വേണ്ടിയുള്ള പഠനമാണ്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ കിരൂബുകളെ കാണാൻ കഴിയും. 48 പലകയിരിപ്പുണ്ട്. 48 പലകയിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടവരാണ്. അതുപോലെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിൽ കർത്താവിൻ്റെ ദാസന്മാരെ കാണാൻ കഴിയും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. യാഗപീഠത്തിൽ ഉപയോഗിക്കുന്ന 5 വിധ ഉപകരണങ്ങളുണ്ട്. യുട്ടൻസീൽസ്, 5 വിധ ഉപകരണങ്ങൾ. ആ ഉപകരണങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസന്മാരെ കാണിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രഥമമായി നമ്മൾ ഗൗരവമായി പറയുന്ന കാര്യം എന്താണ്? യേശു ക്രിസ്തുവാണ് ഈ കൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ മഹത്വമാണ് മറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ പഠനത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിതിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരുടെ ക്യാമ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടകം എപ്പോഴും മൂടിയിട്ടിരിക്കുകയാണ്. പെട്ടകം ആർക്കും കാണാൻ കഴിയില്ല. 2 തണ്ടുകൾ മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ആ തണ്ടുകൾ ചുമലിൽ ചുമന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇത് മൂടിയിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ വിവരണമുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ. ഏതൊരു യഹൂദനും ഏതൊരു ഇസ്രായേൽ ഗോത്രക്കാരനും വായിച്ചാൽ മനസ്സിലാക്കാം ഇങ്ങനൊരു കാര്യം ഇതിനകത്തുണ്ട്. അതുപോലെ ഇതിൻ്റെ വിശുദ്ധ സ്ഥലത്തൊരു ഇൻസെൻസ് ഓൾട്ടർ ഇരിപ്പുണ്ട്, അവിടെ ഒരു വിളക്കിരിപ്പുണ്ടെന്നുള്ള കാര്യമൊക്കെ പുറപ്പാട് ദിവസം 25-ാം അധ്യായം വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. പക്ഷേ അവർക്ക് കാണാൻ കഴിയില്ല. കാരണം അതെല്ലാം പലതരം ശീലകളിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. പലതരം ശീലകളിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഈ യാഗപീഠമാകട്ടെ, യാഗപീഠം ഒക്കെ മൂടിയിട്ടിരിക്കുകയാണ്. മൂടാതെ കൊണ്ടുപോകുന്ന ഒരേ ഒരു ഉപകരണമേ ഉള്ളൂ. അത് താമ്രത്തൊട്ടി മാത്രമാണ്. താമ്രത്തൊട്ടി മാത്രമാണ് മൂടാതെ കൊണ്ടുപോകുന്നത്. അതിനെല്ലാം ആത്മീയ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ വീണ്ടും അതൊന്നും പറയുന്നില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇസ്രായേൽ അവരുടെ ആരാധനയ്ക്ക് കടന്നു വരുന്നത്, സാമാന്യ ജനം അവരുടെ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് വന്ന് പരിമളധൂപം അർപ്പിക്കുന്നു. അതിനു മുൻപ് യാഗമർപ്പിച്ച് യാഗരക്തവുമായിട്ടാണ് അകത്തേക്ക് വരുന്നത്. ഇവിടെയൊന്നും അവർ യാഗപീഠത്തെ ചുംബിക്കുന്നതായിട്ടോ യാഗപീഠത്തെ ആരാധിക്കുന്നതായിട്ടൊന്നുമില്ല. ആ യാഗപീഠം അവർക്ക് അകത്തേക്ക് പോകാനുള്ള ഒരു മുഖാന്തിരമാണ്, അതിനുള്ളൊരു അവസരമാണ് ഒരുക്കി കൊടുക്കുന്നത്. യാഗപീഠത്തിൽ നടത്തുന്ന യാഗവും യാഗരക്തവും നിമിത്തം അവർക്ക്
അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്കോ വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്കോ കടന്നു വന്ന് ആത്മീയ ശുശ്രൂഷകൾ പൂർത്തീകരിക്കാം, ആ ശുശ്രൂഷകൾ ചെയ്തെടുക്കാം. അവിടെ തേജോമയനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവം ആത്മാവാണ്, ആത്മസ്വരൂപിയാണ്. ആ ദൈവത്തെ അവരങ്ങനെയാണ് അന്നത്തെ കാലത്ത് ലഭിക്കപ്പെട്ട ബോധ്യത്തിൽ ആരാധിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാളും ഗംഭീര വെളിപ്പാടിലല്ലേ ആരാധിക്കേണ്ടത്? അതിനേക്കാളും താഴേക്കാണോ പോകേണ്ടത്? അതേ അവരുടെ ആരാധന അങ്ങനെ തന്നെ കടമെടുത്ത് അതുപോലെ തന്നെ ചെയ്യണമെന്നാണോ പുതിയ നിയമം പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. പുതിയ നിയമ ആരാധനയെക്കുറിച്ച് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിതാവ് ആത്മാവാകുന്നു. ആ പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അങ്ങനത്തെ ആരാധനയുടെ നാഴിക വന്നുമിരിക്കുന്നു. ആ നാഴിക മാളികമുറിയിൽ വെളിപ്പെടുകയാണ്. അങ്ങനത്തെ ആരാധന ആരംഭിക്കുകയാണ്. പഴയ നിയമത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ പുരോഹിതന്മാർ കടന്നു വരുന്നത് എവിടെയാ? ഇതിൻ്റെ ഹോളി പ്ലേസിൽ. ആ പിക്ചറിൻ്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അത് തുറന്നു വെച്ചിരിക്കുന്ന ഭാഗം കാണാം. അതിന് വിശുദ്ധ സ്ഥലത്ത് കടന്നു വന്ന് പുരോഹിതൻ ധൂപം അർപ്പിക്കുന്നു. ഇതായിരുന്നു പഴയ നിയമത്തിലെ ആരാധനാരീതി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കൂടാരവും ചുരുട്ടി വെച്ചു, യെരുശലേം ദേവാലയം തകർത്ത് കളഞ്ഞു. പുതിയ നിയമത്തിലെ ആലയം നാം ഓരോരുത്തരുമാണ്. നാമാണ് പുതിയ നിയമത്തിലെ ആലയം. പുതിയ നിയമത്തിലെ ആലയം നാം ഓരോരുത്തരുമാണ്. അപ്പോൾ തന്നെ റോമാലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന പോലെ പൗലോസിലേക്ക് പറയാണ്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷിയെന്ന്. അതായത് ആരാധനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 2 തിമോത്തിയോസിലുകൊണ്ട് ഞാൻ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവമെന്ന് പൗലോസ്ലീഹ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പം വിശുദ്ധന്മാരുടെ ആരാധന നിർമ്മല മനസാക്ഷിയോടെ ഞാൻ എൻ്റെ ആത്മാവായ ദൈവത്തെ ആരാധിക്കുകയാണ്. അതായത് ആരാധനയുടെ ഇടം മാറുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നോ ആരാധന ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ആ ആരാധന ഇപ്പോൾ പുതിയ നിയമത്തിൽ എൻ്റെ ഉള്ളിലാണ് ദൈവസാന്നിധ്യമുള്ളത്. ഞാനാകുന്ന കൂടാരത്തിൽ, ഞാനാകുന്ന മന്ദിരത്തിൽ ആത്മാവായ ദൈവം വസിച്ചുകൊണ്ട് ആ ആരാധന ആരംഭിക്കുകയാണ്. അങ്ങനത്തെ ഒരു ആരാധനയുടെ കാലം വന്നിരിക്കുകയാണ്. അത് ഞാൻ ഇടയിൽ കയറി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ സ്ലീബാ വണക്കവുമായി ബന്ധപ്പെട്ട അതിലെ അരോചകത്വം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതാണ്. ദൈവസന്നിധിയിൽ വെളിപ്പാട് ലഭിക്കാതെ കണ്ണടഞ്ഞു പോയൊരു സമൂഹം കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. സ്ലീബാ വണക്കം മനസ്സിലായോ? ഇസ്രായേൽ ഒരിക്കലും യാഗപീഠത്തെ വണങ്ങിയിരുന്നില്ല. ഇസ്രായേൽ ഒരിക്കലും ഇതിനെ ആരാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെയാണ് പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ സഭയുടെ ആരംഭകാലത്ത് സഭ ഒരിക്കലും ക്രൂശിനെ ആരാധിച്ചിരുന്നില്ല. ക്രൂശിനെ കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് ലേഖനങ്ങളിൽ കാണാം. പൗലോസിലേക്ക് പറയുന്ന പോലെ ക്രൂശ് എൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുകയാണ്, എൻ്റെ പ്രശംസ ക്രൂശിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മരക്കുരിശിൽ എൻ്റെ പ്രശംസ ഇരിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതിന് ആത്മീയ അർത്ഥങ്ങളാണ്. അതിന് ലിറ്ററൽ മീനിങ് അല്ല, അതിന് സ്പിരിച്വൽ മീനിങ് ആണ്. ഗൗരവമായ ആത്മീയ അർത്ഥങ്ങളാണ്. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രൂപം എന്നുള്ള നിലയിൽ നമ്മുടെ കാത്തലിക് സഹോദരങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു രൂപമുണ്ടാക്കി ഒരു ക്രൂശിൽ ബന്ധിച്ച് ആ ക്രൂശ് ഇങ്ങനെ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണോ വാക്യത്തിൻ്റെ അർത്ഥം? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുത്ഥാനങ്ങളെക്കുറിച്ച് സവിസ്തരം പറയുന്നതാണ് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ ഉയർത്തുക എന്ന് പറയുന്നത്. ബത്ലഹേം മുതൽ ഗോൽഗോഥ വരെയുള്ള ആ സഞ്ചാരപാതയെ ചുരുക്കി പറയുന്നതാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നും ഉയർത്തി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മരക്കുരിച്ച് പൊക്കി പിടിക്കുന്ന കാര്യമല്ല. മരക്കുരിച്ച് പൊക്കി പിടിക്കുന്ന കാര്യമല്ല വാക്യത്തിൻ്റെ അർത്ഥമൊന്നും. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയൊക്കെ കണ്ണുകളെ തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ഇത്ര സമ്പന്നമായ നിലയിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പാടുകളെ നൽകുകയാണ്. ആ വെളിപ്പാടുകളോട് ചേർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കേണ്ടതിന് പകരം ഇന്നും ആളുകൾ ഇരുട്ടിൽ തപ്പുകയാണ്. ക്രിസ്തു പിതാവിൻ്റെ വലഭാഗത്ത് മഹിമയിൽ വസിക്കുമ്പോൾ അതേ ക്രിസ്തുവിനെ തന്നെ അന്ന് ക്രൂശിക്കപ്പെട്ടു എന്ന പേരിൽ ഇന്നും ക്രൂശിക്കുകയാണ്. ഇന്നും കർത്താവിനെ ക്രൂശിക്കുകയും അടക്കുകയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ പ്രക്രിയകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അസഹനീയമായതുകൊണ്ടും ഒരുപക്ഷെ നമ്മളിത് പ്രസംഗിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും നൂറ്റാണ്ടിൽ ഏതെങ്കിലും കൊല്ലത്തിൽ കർത്താവ് വരാൻ താമസിച്ചാൽ ആരെങ്കിലും ഒരാളിത് കേട്ടിട്ട് ഒരു സത്യാന്വേഷണത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ, എൻ്റെ ദൈവമേ, ഇന്ന് ഈ ചെലവഴിച്ച സമയം ധന്യമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
ഒരുപക്ഷെ നിങ്ങളിൽ എല്ലാവർക്കും ഈ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ഗ്രാഹ്യവും ധാരണയുള്ളവരായിരിക്കാം. പക്ഷേ ഇത് പൊതുവായി നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്. പൊതുവായി എല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്. ഇതിൽ രണ്ട് കാര്യം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ പൊതുസമൂഹം നമ്മളോട് പറഞ്ഞുകൊണ്ട് വരുമല്ലോ, അതായത് സമാഗമന കൂടാരത്തിൽ യെരൂശലേം ദേവാലയത്തിലും വിഗ്രഹങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ. ഇതിനെയൊന്നും വിഗ്രഹമായിട്ടല്ല പരിഗണിക്കുന്നത്. ഇതെല്ലാം നിഴലുകളാണ്. വരാൻ പോകുന്ന പുതിയ നിയമസഭയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളുടെയൊക്കെ നിഴലുകൾ എന്ന നിലയിൽ പഠനാർത്ഥം വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതല്ലാതെ അതിന് വേറെ പ്രാധാന്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ തന്നെ നിങ്ങൾ വേണേൽ ഒരു പള്ളി ഉണ്ടാക്കിക്കോ. അപ്പം നമുക്ക് ചിന്തിക്കുക, ഒരു കത്തോലിക്ക പള്ളി സമാഗമന കൂടാരത്തിൻ്റെ രീതിയിൽ ഒരു സ്ഥലത്ത് പണിതോ, ഒരു കുഴപ്പമില്ല. അതങ്ങനെ പണിതിട്ട് പറഞ്ഞോ ഞങ്ങൾ സമാഗമന കൂടാരം നോക്കിയിട്ട് പള്ളി പണിതിരിക്കുകയെന്ന്. എല്ലാ കാര്യങ്ങളും അങ്ങനെ വെച്ചോ. നിങ്ങൾ ആൾത്താരയ്ക്കകത്താണല്ലോ ഈ ബലിപീഠം വെച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ആൾത്താരയോട് ചേർന്നല്ലേ ബലിപീഠം ഇരിക്കുന്നത്. ഓർത്തഡോക്സ് സമൂഹത്തിനാണെങ്കിൽ തിരശ്ശീലയ്ക്ക് അകത്താണ്, മദ്ബഹായ്ക്ക് അകത്താണ് ബലിപീഠം ഇരിക്കുന്നത്. അതേസമയം ഇതാണ് പാറ്റേണെങ്കിൽ കയറി വരുമ്പോൾ നിങ്ങൾ ബലിപീഠം വെക്കണം. നിങ്ങളുടെ ബലിപീഠം കയറി വരുന്ന ഭാഗത്ത് വെക്കണം. തൊട്ടടുത്ത് നിങ്ങൾ താമ്രത്തൊട്ടി വെക്കണം. ഏതെങ്കിലും മുക്കിലും മൂലയിൽ നിന്നുമൊക്കെ ഓരോ കഷ്ണങ്ങൾ അടർത്തിയെടുക്കുകയല്ല വേണ്ടത്. നിങ്ങൾ പർവ്വതത്തിലെ മാതൃക പ്രകാരം തന്നെ പള്ളി പണിയുന്നേ. സമാഗമന കൂടാരം പോലെയും യെരൂശലേം ദേവാലയം പോലെയും അങ്ങനെ തന്നെ അങ്ങ് പണിയുക. അത് പുറത്ത് കല്ല് വെച്ച് പണിയണം. അതിനകത്ത് ദേവദാരു ആയിരിക്കണം പാനൽ ചെയ്യേണ്ടത്. ദേവദാരുവിനെ കവർ ചെയ്തുകൊണ്ട് തനി തങ്കം അതിനകത്ത് കവർ ചെയ്ത് വെച്ചിരിക്കണം. ദേവദാരുവിനെ കവർ ചെയ്തുകൊണ്ട് തനി തങ്കം. ദേവദാരു ഒന്നും പുറത്ത് കാണരുത്. അകം മുഴുവനും ഇങ്ങനെ തങ്കത്താലിരിക്കണം. അതുപോലെ തന്നെ ആ മദ്ബഹായ്ക്കകത്ത് അവിടെ പെട്ടകം വെക്കണം. അതിന് പകരം വേറെ ഏതാണ്ടൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ പെട്ടകം വയ്ക്കുക, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ആത്മീയം പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ ആ ആത്മീയം മുഴുവനും അങ്ങ് ആത്മീയമാക്കാൻ മേലെ. ഒരു സൈഡിൽ മാത്രം ആത്മീയം, ബാക്കി സൈഡിലൊന്നും ആത്മീയമില്ല. കഴിഞ്ഞ ദിവസം ഒരാളുടെ മെസ്സേജ് അയച്ചിരിക്കുക. റോമാലേഖനം 15-ാം അധ്യായത്തിലെ വാക്യം, റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 15. എങ്കിലും ജാതികൾ എന്ന വഴിപാട് അഥവാ ബലി പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് താനൊരു പുരോഹിതനാണെന്നാണ്. കണ്ടോ, പൗലോസ് പുരോഹിതനാണ്, ഞങ്ങളുടെ മെത്രാച്ചനും പുരോഹിതനാണ്, ഞങ്ങളുടെ കൊച്ചച്ഛനും പുരോഹിതനാണ്, വല്യച്ഛനും പുരോഹിതനാണ്. നിങ്ങൾക്ക് കൊച്ചച്ഛനുണ്ടോ വല്യച്ഛനുണ്ടോ? പൗലോസ്ലീഹ പുരോഹിതനാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു. ഓഹോ, എവിടെ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ സൂക്ഷിച്ചു നോക്കിയാലോ. എങ്കിലും ജാതികളെന്ന ബലി പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ പൗലോസ് ലിറ്ററലായിട്ട് പുരോഹിതനായിരുന്നെങ്കിൽ പൗലോസ് ലിറ്ററലായിട്ട് യാഗം നടത്തേണ്ടി വരും. അങ്ങനെയാണ് ഏത് സെമിനാരിയിലും പഠിപ്പിക്കുന്നത്. അത് ഓർത്തഡോക്സ് സെമിനാരി ആകട്ടെ, കാത്തലിക് സെമിനാരി ആകട്ടെ, ഇനി ഏത് പെന്തിക്കോസ് സെമിനാരി ആകട്ടെ, ഏത് സെമിനാരി ചെന്നാലും ഈ ഹെർമന്യൂട്ടിക് പ്രിൻസിപ്പിൾ അനുസരിച്ച്, വ്യാഖ്യാന ശാസ്ത്രമനുസരിച്ച് ഒരു വാക്യത്തിൽ നിന്ന് പാതി ഇങ്ങനെയും പാതി അങ്ങനെയും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. നിങ്ങളത് ലിറ്ററലാണ് വ്യാഖ്യാനിക്കുന്നെങ്കിൽ ഞങ്ങളതിന് ആമയും പറഞ്ഞേക്കാം. പൗലോസ് പുരോഹിതനാണോ? സമ്മതിച്ചേക്കാം. അപ്പോൾ ജാതികളെയെല്ലാം ബലി അർപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പൗലോസ് ലിറ്ററലി പുരോഹിതനാണെങ്കിൽ യാഗവും ലിറ്ററലി ആയിരിക്കണം. അതായത് അക്ഷരികമായി പൗലോസ് പുരോഹിതനാണെങ്കിൽ അക്ഷരിക യാഗവും നടത്തേണ്ടി വരും. നിങ്ങൾ എത്ര പേർക്ക് ഇത് ക്ലിക്കായി? ഈ വാക്യം അവർ നമ്മെ ആക്രമിക്കാൻ എടുത്തുകൊണ്ട് വരും. ഞങ്ങൾക്ക് പുരോഹിതനുണ്ട്, നിങ്ങൾക്ക് പുരോഹിതനുണ്ടോ? അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചു ചോദിക്കും, നിങ്ങൾക്ക് പുരോഹിതനുണ്ട് പക്ഷെ നിങ്ങൾക്ക് ബലിയില്ലാത്ത എന്താ? നിങ്ങൾക്ക് പുരോഹിതനുണ്ടെന്ന് ഈ വാക്യത്തിൽ നിന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അക്ഷരികമായി നിങ്ങൾക്ക് പുരോഹിതനുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ യാഗം നടത്തണ്ടേ? ആ യാഗം അക്ഷരികമായിരിക്കണ്ടേ? ഒരു സുവിശേഷകൻ എന്ന നിലയിൽ താൻ ചെയ്യുന്ന ആ കാര്യം, അതായത് പഴയ നിയമ കാര്യങ്ങളെ അറിയാവുന്ന ജനത്തോട് പറയുകയാണ്, അതേ നിലയിൽ ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ ശുശ്രൂഷിക്കുകയാണ് ആ കാര്യം. അതായത് ജാതികൾ എന്ന വഴിപാട് അഥവാ ജാതികൾ എന്ന ബലി ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ് ഞാൻ. സുവിശേഷ ഘോഷണത്തിൽ സുവിശേഷം അറിയിച്ച് നേടുന്ന ആ ജാതികളെ അഥവാ ജനത്തെ, അല്ലേ,
ജാതികളെന്ന് പറഞ്ഞാൽ ജനമാണല്ലോ, മനുഷ്യരാണല്ലോ. അവരെ ദൈവസന്നിധിയിൽ ഞാൻ ഒരു ബലിയായി സമർപ്പിക്കുകയാണ്, പ്രസാദകരമായി തീരാൻ. അതായത് തൻ്റെ ശുശ്രൂഷ ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീരണം. ആ കാര്യമാണ് താൻ പറയുന്നത്, ഒരു ബലി എന്ന നിലയിൽ അർപ്പിക്കുകയാണെന്ന്. അപ്പോൾ ആ ബലി അക്ഷരിക ബലിയാണോ? ഒരിക്കലുമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പൗരോഹിത്യം അക്ഷരീകമാണെങ്കിൽ, അതായത് യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന പൗരോഹിത്യം പോലൊരു പൗരോഹിത്യമാണ് പൗലോസും ചെയ്തതെങ്കിൽ, അങ്ങനെയെങ്കിൽ പൗലോസ് ബലിയും അതുപോലെ തന്നെ ചെയ്യണം, അതേ നിലയിൽ ബലി അർപ്പിക്കണം. അപ്പോൾ ജാതികളെല്ലാം പിടിച്ച് കഴുത്ത് കണ്ടിച്ച് തോലുരിച്ച് കണ്ടമായി നുറുക്കി ബലിപീഠത്തിൽ കയറ്റി വെക്കേണ്ടി വരും. അങ്ങനെയല്ലേ അതിൻ്റെ അർത്ഥം? അതാണോ അതിൻ്റെ അർത്ഥം? കണ്ണ് തുറന്നാലേ ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ. കണ്ണ് തുറന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ സ്തുതിയോടും സ്തോത്രത്തോടും സന്തോഷത്തോടും ആനന്ദത്തോടും നമുക്കിന്നങ്ങ് പിരിയാം. അപ്പോൾ സ്ലീബ വണക്കവും സ്ലീബ ആരാധനയെല്ലാം വിഗ്രഹാരാധനയാണ്. അങ്ങനെ ഒരു പ്രാക്ടീസ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും ഇല്ല, ന്യൂ ടെസ്റ്റ്മെൻറ്റിലും ഇല്ല. ബലിപീഠത്തെ ആരാധിക്കുന്ന ഒരു രീതിയില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ആ കാലത്ത് അവർ കല്ല് നാട്ടി ബലിപീഠം ഉണ്ടാക്കി ദൈവത്തെ ആരാധിച്ചിരുന്നു, ബലിപീഠത്തെ ആരാധിച്ചിരുന്നില്ല. ക്രൂശ് എന്ന് പറയുന്ന ബലിപീഠമാണ്. ക്രൂശിനെ ആരാധിക്കാൻ പ്രമാണമില്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആരാധിക്കാം. അതായത് ഒരു മരക്കുരിശ് ഉണ്ടാക്കിയിട്ട് അതിലൊരു ക്രൂശിത രൂപം ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന കാര്യമല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആത്മാവിൽ ആരാധിക്കാം. ആരാധനയല്ല, ആത്മാവിലാണ്. പുതിയ നിയമ ആരാധനയല്ല, ആത്മാവിലാണ്. ആരാധനയുടെ ഇടം മാറിയ കാര്യം പറഞ്ഞല്ലോ. ആരാധനയുടെ രീതികളൊക്കെ അങ്ങനെയാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള വിഗ്രഹാരാധികളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ അതിൽ നിന്നൊക്കെ വിടുതൽ ലഭിച്ച് വെളിപ്പാടുകളുടെ ലോകത്തേക്ക്, ഈ ആശ്വാസത്തിൻ്റെതായ അനുഭവത്തിലേക്ക്, പ്രത്യാശയുടെ അനുഭവത്തിലേക്ക്, പ്രതീക്ഷയുടെ അനുഭവത്തിലേക്ക്, സത്യാരാധനയുടെ ആ ഒരു മേഖലയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നു. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തിനുടമകളായി കാഹളം ധനിക്കുന്നത് വരെ, അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന സമയം വരെ തകർന്നു തുടങ്ങിയ ഹൃദയത്തോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.